തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. ആ പോയി ആള് ചെയ്തതും ഇവിടെ ഇരുന്ന് ഇദ്ദേഹം ഭജിച്ചതും രണ്ടും തുല്യമായിട്ടാ ഭഗവാനെ. അത് എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് വരാൻ പറ്റാത്തതാണ് എന്നുള്ള ആ സങ്കല്പത്തില് പൂർണ്ണ അനുഗ്രഹം ഇദ്ദേഹത്തിനുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് തന്നെ വളരെ പ്രത്യക്ഷ അനുഭവമായിട്ട് എനിക്ക് തോന്നുവാണ്. മിണ്ടാത്ത ആള്, ചെറിയ കുട്ടികള് അതെന്താ ഇപ്പോ 1, 2 തവണ അവിടെ വന്നു കഴിഞ്ഞപ്പോ പലരും പറഞ്ഞു ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ നിന്നിട്ട് അത് പല കൊല്ലം കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞ് ഒരു തവണ മറ്റോ വന്നു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ഇയാള് ഈ ഈ എന്താ പറയാ അങ്ങോട്ട് തെളിഞ്ഞ് സ്വാമി ശരണം അയ്യപ്പ അങ്ങനെ വിളിച്ചു എന്നല്ല അപ്പൊ തന്നെ. എന്നാലും ശരിക്ക് ഈ പറയാറായി ഈ വിട്ടുവിട്ടെന്ന് പറഞ്ഞ പോലെ സ്വാമി ശരണം അയ്യപ്പ എന്ന് തന്നെ ആ നടക്കേന്ന് പറയാറായി. ഇതൊക്കെ വാസ്തവത്തില് എന്ന് വെച്ചാൽ അകത്തിരിക്കണ ആ ചൈതന്യം വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 തരത്തിലും ആക്കാം. മിണ്ടണയാള് മിണ്ടാണ്ടും ആവും, മിണ്ടാത്തയാള് നല്ലോണം സംസാരിക്കുന്ന ആള്. എന്ന് വെച്ചാ നമസ്കാരം, സ്വാമി ശരണം. ഞാൻ പി.എൻ. മഹേഷ് നമ്പൂതിരി, മുൻ ശബരിമല മേൽശാന്തി. വളരെ ഒരു ജന്മസുഹൃതം എല്ലാ ഇതിലും ഞാൻ പറയണ പോലെ തന്നെ കിട്ടുന്നത് ഈ യാതൊരു സംശയവുമില്ല ജന്മത്തിലെ ഒരു സുഹൃതമായിട്ട് കണക്കാവുകയാണ്. ആ സമയത്തെ അനുഭവം എന്ന് പറയാൻ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സാധാരണ ഒരു ക്ഷേത്രത്തെക്കാളും വളരെയധികം പ്രത്യേകതകളും വ്യത്യാസങ്ങളും ശബരിമല ക്ഷേത്രത്തിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മള് പുതുതായിട്ട് എല്ലാ വർഷവും മേശാന്തിമാരെ നിയമിക്കുന്നത് മണ്ഡലം 1-ന് വെളുപ്പാങ്കാലത്ത് ചാർജ് എടുക്കാൻ പാകത്തിന് നട തുറന്ന് അപ്പോൾ അതിൻ്റെ തലേദിവസം കലശാടി അവരോധിക്കുക, തന്ത്രി ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മണ്ഡലകാലം ആരംഭത്തിൽ മണ്ഡലം 1-ാം തീയതി മുതൽ വൃശ്ചികമാസം 1-ാം തീയതി മുതൽ പുതിയ ആൾ ചാർജ് എടുക്കണു. അടുത്ത തുലാമാസം 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി വരെ രാത്രിയിലത്തെ ഹരിവരാസനം കഴിയുന്നവരെ ഒരാളുടെ ഒരു ടൈം സമയം നിശ്ചയിച്ചേക്കുവാണ്. അപ്പോൾ അതിൽ ഈ ചാർജ് എടുത്ത് മുതലുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ട് നിറച്ച് പോകുന്നതോടെ അവിടെ ചെന്ന് അത് കഴിഞ്ഞ് ഈ 5 മണി സമയത്ത് തലേദിവസം ഗസ്റ്റ് ഹൗസിലെത്തുന്നു. വിശ്രമം, കുളി ഇതെല്ലാം കഴിഞ്ഞ് കെട്ടുമായിട്ട് നമ്മൾ 18-ാം പടി കയറി സോപാനത്തിങ്കൽ. അപ്പോൾ കെട്ടുമായിട്ട് അവിടെ 18-ാം പടിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മേശാന്തി കൈപിടിച്ച് സോപാനത്തിങ്കലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുതിയ മേശാന്തി തൊഴുകൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കലശം പൂജിക്കുകയായി തന്ത്രി. കലശം പൂജിച്ച് അദ്ദേഹത്തിനെ കലശാടി അവരോധിക്കുന്നു പുതിയ മേശാന്തിയെ. അത് കഴിഞ്ഞ് കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ഈ സോപാനത്തിങ്കൽ നിന്ന് അകത്തേക്ക് ശ്രീലകത്തേക്ക് കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് തന്ത്രിയാണ്. അപ്പോൾ ഈ തന്ത്രി കൈ പിടിച്ച് ആ സോപാനപ്പടിയിൽ കാല് വെച്ച് നമ്മൾ അത് കഴിഞ്ഞ് ശ്രീലകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ വാസ്തവത്തിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരനുഭവമാണ് ഇതിൽ പരം ഒരാനന്ദം. കാരണം നമ്മൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തിൻ്റെയും കേന്ദ്രബിന്ദുവിലേക്ക് നമ്മൾ അത്ര അടുത്ത് ആ ഭഗവാന്റെ അടുത്തേക്ക് തന്ത്രി തന്നെ കൈപിടിച്ച് ശ്രീലകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം ഈ പറഞ്ഞ പോലെ എന്താ അനുഭവം എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ് അറിയിക്കാവുന്ന ഒരവസ്ഥയല്ല. അതിലൊക്കെ അപ്പുറത്ത് അങ്ങനെ ഒരു അനുഭവമായിട്ടാണ് വലുതുകാല് വെച്ച് ശ്രീലകത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞ് തന്ത്രി ദേവന്റെ മൂലമന്ത്രം ഇതൊക്കെ ഉപദേശിക്കലൊക്കെയായി അത് അവിടെ ഇരുന്ന് ജപിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തു വന്ന് വിശ്രമമാണ്. പിന്നെ അന്ന് സാധാരണ പോലെ തന്നെ ഇപ്പോൾ മാസപൂജയ്ക്കുള്ളത് പോലെ തന്നെ 5 ദിവസത്തെ കഴിഞ്ഞ് നട അടച്ചു കഴിയുമ്പോൾ ഈ ഭസ്മം മൂടി ഭഗവാനെ മൂടി അത് കഴിഞ്ഞ് ഹരിവരാസനം പാടി അടയ്ക്കുകയാണല്ലോ. അതുപോലെ എന്ന് പറഞ്ഞതുപോലെ തന്നെ അന്ന് ഈ തുറന്ന ദിവസം ആ മൂടിയിരിക്കുന്ന ഭസ്മമെല്ലാം പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുത്ത് വൈകുന്നേരത്തെ ഹരിവരാസനം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ നട അടച്ചു കഴിഞ്ഞാൽ പഴയ മേശാന്തി മാനേജർക്ക് താക്കോൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പുതിയ മേശാന്തിയെ ഏൽപ്പിക്കുന്നു താക്കോല്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ ചടങ്ങ്. അത് കഴിഞ്ഞ് അവിടുത്തെ ഓരോ ദിവസത്തെയും ഈ അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും വളരെ വ്യത്യാസം. രാവിലെ 2:50 അതിൻ്റെ ഈ അകസ് പകർന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെ കുളിച്ച് തയ്യാറായി പൂജയ്ക്കായിട്ട് നമ്മൾ ചെന്ന് നട തുറന്ന് അങ്ങനെ അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30, 1:45, 2 മണിയുടെ അടുത്ത് വരെ ചില ദിവസങ്ങളിൽ സീസണിൽ വേണ്ടി വരും രാവിലെ. അതുപോലെ തന്നെ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ 3 മണിക്ക് തുടങ്ങിയാൽ 11:30, 11:50 വരെയൊക്കെ ചില ദിവസങ്ങളിൽ തിരക്കിൻ്റെ അനുസരിച്ച്. കാരണം തീർച്ചയായിട്ടും സാധാരണ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആദ്യം പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില സൗകര്യങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ആ ഭഗവാനെ ഒരു നോക്കെങ്കിലും കാണുവാനായിട്ട് ഇത്ര കഷ്ടതകളും എല്ലാം സഹിക്കുക എന്നല്ല, അതെല്ലാം മറന്നാണ് അവർ. എന്നുവെച്ചാൽ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല വിഷമതകളുള്ള ആളുകളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് വന്ന് അവർക്കിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. പരിമിതികൾ വളരെയധികം ഉണ്ടെങ്കിലും എല്ലാവരെയും കഴിയുന്നത്ര എന്നല്ല ആർക്കും ആരെയും ഒഴിവാക്കാതെ ഒരു സെക്കൻഡെങ്കിലും ആ ഭഗവാനെ തൊഴുതു പോകാൻ വിധത്തിൽ
തയ്യാറാക്കി അങ്ങനെയാണ് വിടുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന് സമയവ്യവസ്ഥകളൊക്കെ കുറച്ച് നമ്മൾ പാലിക്കേണ്ടി വരും. അങ്ങനെ അത് ഈ പറഞ്ഞതുപോലെ ആദ്യം ചോദിച്ചതുപോലെ വളരെ ഒരു അനുഭവമാണ്. കാരണം ഇത്ര തരത്തിലുള്ള ആളുകളെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഭഗവാനെ മാത്രം ഒരു നോക്ക് കാണുവാനെന്നുള്ള ആ ഒരു ശ്രദ്ധയിൽ മാത്രം ഇത്ര വരുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് വാസ്തവത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലാം മറന്ന് എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അവർക്ക് ചിന്തയില്ല. ഈ ഭഗവാനെ ശരിക്കും തൊഴുത് അത് മതി എന്നവർക്ക് നല്ല ഉറപ്പുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ആ ഭഗവാൻ എന്നുവെച്ചാൽ അവിടെ ഇപ്പോൾ നമ്മൾ ഒരിടത്ത് ചെന്ന് ഈ നമ്മുടെ ചരിത്രമൊക്കെ വിവരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. സകല കാര്യങ്ങളും അറിയാവുന്ന ആ ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ കുചേലൻ ഭഗവാനെ കാണാൻ പോയപ്പോൾ ഒന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ചോദിക്കേണ്ട കാര്യമില്ല അവിടെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഭക്തജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ആ ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി. ബാക്കി കാര്യങ്ങൾ അവിടുന്ന് നിശ്ചയിച്ചോളൂ. അയ്യപ്പൻ്റെ നിശ്ചയം തന്നെ എന്നുള്ള ഒരു ചിന്തയിൽ എത്രയോ ലക്ഷങ്ങൾ ആളുകൾ വരുന്നു. അത് വളരെ ഒരു വലിയ അനുഭവമായിട്ട് തോന്നുന്നു. പിന്നെ ഇതുപോലെ ഇത്രയധികം തിരക്ക് അതിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഈ 65 ദിവസത്തെ ഈ തുടർച്ചയായിട്ടുള്ള ഈ തിരക്കും ഈ ശരണം വിളികളുടെ ഈ ഘോഷങ്ങൾ ഇതെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കടലും വിറ്റ് എരമ്പി വരുന്നു എന്ന് പറഞ്ഞതുപോലെ ശരണം വിളിയുടെ ഒരു എരമ്പൽ മാത്രമാണ് അവിടെ ഈ 65 ദിവസം മണ്ഡലം കൊണ്ട് തുടങ്ങി മകരവിളക്കും കഴിഞ്ഞ് അത് കഴിഞ്ഞ് നട അടയ്ക്കണ സമയം വരെ. അത് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇതിൻ്റെ നേരെ തിരിച്ചാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെളുപ്പാൻ കാലത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ തലേ ദിവസത്തെ അവസ്ഥയും പിറ്റേ ദിവസം ആ വെളുപ്പാൻ കാലത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാന്റെ ശ്രീകോല് മറ്റു കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ ഈ ടൗണിൽ ഇപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെയാണ് ഈ വണ്ടിയുടെ അതിൻ്റെ ഒച്ച ഇത് യാതൊന്നും ഇല്ലാണ്ട് ആ നട അടച്ച സമയത്ത് ഈ രാവിലെ വെളുപ്പാൻ കാലത്തൊക്കെ ജപിക്കാനായിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ ചില കിളികളും ഇതുമൊക്കെ അത് ഈ പറഞ്ഞതുപോലെ അതിന് തന്നെ ബോധ്യമായിട്ട് മനസ്സിലായിട്ട് എന്നുവെച്ചാൽ അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയാം. നട അടയ്ക്കണ ഈ സമയമൊക്കെ ഇപ്പോൾ നമ്മൾ ഒക്കെ നേരത്തെ തന്നെ അറിയാമെന്ന് പറഞ്ഞ പോലെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിക്കണമെന്ന് പറഞ്ഞ പോലെ അതുങ്ങൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമെന്ന് തോന്നുമല്ല. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിയും ഭഗവാൻ അറിഞ്ഞു തന്നെയാണ്. അപ്പോൾ പിന്നെ അതിന് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ ആ വെളുപ്പാൻ കാലത്ത് ഈ ചില കുയിലുകൾ ഇതൊക്കെ ഈ മറ്റേ അവർ സംഗീതം പഠിച്ചതൊന്നുമല്ല എങ്കിലും വളരെ ഇതായിട്ട് അവരുടെ ഈ കുയിലിൻ്റെയൊക്കെ നാദം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അതുവരെ തലേദിവസം വരെ അഷ്ടപതി സോപാനമൊക്കെ ആയിട്ടിരുന്ന ആ നടയിൽ ഈ പറഞ്ഞ പോലെ ഇവർ ഈ യോഗനിദ്രയിലിരിക്കുന്ന ഭഗവാനെ കുറച്ചുകൂടി അതിന് ഒരാക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ആ യോഗനിദ്രയ്ക്ക് യാതൊരു ഭംഗവും വരാതെ സംഗീതത്തോടു കൂടി അങ്ങനെ ലയിച്ച് ഭഗവാൻ ഇരിക്കട്ടെ എന്ന് അവരുടെ രീതിക്കുള്ള ഒരു സംഗീതമാണോ എന്ന് സംശയം വരും ഈ കിളികളുടെ ഇത് കേട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റ് ഈ വന്യമൃഗങ്ങളായിട്ടുള്ള പുലി, കടുവ ഇങ്ങനെയുള്ളത്, ആനകൾ, ഈ കാട്ടുപോത്ത്, മ്ലാവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതരത്തിലുള്ളത് പല സമയങ്ങളിലായിട്ട്. അത് വേനൽക്കാലത്താണ് കൂടുതൽ. കാരണം വനത്തിലെ ഈ വെള്ളം ഇതൊക്കെ കഷ്ടിയായി കഴിഞ്ഞിട്ട് തിരിച്ചു അവിടെ ഇല്ലാത്തതുകൊണ്ട് അത് അന്വേഷിച്ച് വരുന്നു. പിന്നെ ഈ ബഹളം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ മറ്റ് മനുഷ്യർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് ഈ ശർക്കര ഇതിൻ്റെയൊക്കെ മണം ഇപ്പോൾ ഈ പറഞ്ഞില്ലേ മണ്ഡലകാലത്ത് ഈ അതിനൊക്കെ ആയിട്ട് അരവണയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ചാക്കുപടി ശർക്കരയാണ് വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ ചാക്ക് മാറ്റിയിട്ട് പിന്നെയാണ് അത് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ശർക്കരയുടെ സ്മെല്ലടിക്കുമ്പോൾ ഈ കരിമ്പ് ശർക്കര ഇതൊക്കെ ഇവർക്ക് അപ്പോൾ അങ്ങനെ ആനകൾ പിന്നെ അതുപോലെയുള്ള ഈ വന്യമൃഗങ്ങൾ വന്ന് ഈ പറഞ്ഞതുപോലെ വാസ്തവത്തിൽ എന്നാൽ അത് യാതൊരു ഉപദ്രവവുമില്ല. നമ്മൾ അങ്ങോട്ട് കല്ലെടുത്തെറിയുകയോ ഉപദ്രവിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വന്ന് അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ. അത് അതിനെ ഉപദ്രവിക്കാനായിട്ട് അവിടെ പോയി നിൽക്കരുത് എന്ന് മാത്രം. അങ്ങനെ അപ്പോൾ അത് വാസ്തവത്തിൽ ഈ മണ്ഡലകാലം ഇപ്പോൾ ഈ മനുഷ്യർ ഇങ്ങനെ ഭക്തിയോടെ ആ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞുള്ള സമയം അവരുടെ അത് കഴിഞ്ഞുള്ള സമയം എന്നല്ല വാസ്തവത്തിൽ വനം അവരുടെ തന്നെയാണ്. നമ്മളവിടെ ചെന്ന് ഈ ഭഗവാനെ ആരാധിക്കാനായിട്ട് സമയത്ത് പോകണു എന്നുള്ളൂ. വനത്തിലാണല്ലോ അവരുടെ വാസം. അപ്പോൾ ആ മൃഗങ്ങൾ തങ്ങളുടെ ദേവനായിട്ടുള്ള അയ്യപ്പസ്വാമിയെ ആരാധിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് വേറെ യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എന്ന് ഇപ്പോൾ ഈ നമ്മുടെ സെക്യൂരിറ്റിക്കാരൊക്കെ ചുറ്റും നിൽക്കണമെന്ന് പറഞ്ഞ പോലെ ഈ വന്യമൃഗങ്ങൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആന അതൊക്കെ വന്ന് ആ മുറ്റത്തിൻ്റെ അപ്പുറത്ത് മാളികപ്പുറത്തിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് അതിലേക്ക് അവിടെ പല ഭാഗത്തായിട്ട് ചില സമയങ്ങളിൽ ഇങ്ങനെ കാണാം. എല്ലാ സമയത്തും അല്ല. വെളുപ്പാൻ കാലത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് നോക്കി പോണു. അപ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ എന്താ പുലി ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് പോണ ഒരന്തരീക്ഷം. ഇതൊന്നും ഇപ്പോൾ സാധാരണ ഒരു അമ്പലത്തിൽ ഉള്ള ഒരു അവസ്ഥയല്ല. പിന്നെ അതിൻ്റെ പ്രകൃതി തന്നെ ഒരുക്കിയേക്കണം. അപ്പോൾ ആ ഭഗവാൻ തന്നെ ശരിക്ക് ഇതുപോലെ തപസ് ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്ത ഒരു സ്ഥലം തന്നെ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഭഗവാൻ തെരഞ്ഞെടുത്തേക്കുന്നത് പ്രകൃതി രമണീയമായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പൊല്യൂഷനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വനങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ചന്ദനം തുടങ്ങിയിട്ടുള്ള സുഗന്ധ മരങ്ങൾ കൂടാണ്ട് ചെറിയ ചെറിയ അരുവികൾ
ഇതൊക്കെ. അങ്ങനെ അപ്പോൾ പിന്നെ പുൽത്തകിടികൾ ധാരാളം. ഇതെല്ലാം ഈ വാസ്തവത്തിൽ മനുഷ്യന് ഈ പറഞ്ഞ് വേണ്ട ഓക്സിജന്റെ അളവ് വളരെയധികം കൂടുതലുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ ഈ മെഡിറ്റേഷനൊക്കെ നമ്മളിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ ബഹളവും ഇതുമായിട്ടുള്ള ചന്തയുടെ നടുക്ക് പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. എന്നുവെച്ചാൽ വളരെ നിശബ്ദമായിരിക്കണമല്ലോ എന്ന് പറഞ്ഞ പോലെ അത് തനിയെ അതിനെ ഒരുക്കിയിരിക്കുന്ന ഈ യോഗനിദ്ര അല്ലെങ്കിൽ ഇങ്ങനെ തപസ്സിനെ മറ്റു കാര്യങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് ആ ഭഗവാൻ നിശ്ചയിച്ച് അങ്ങനെ ആ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന പോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ അത് വളരെയധികം ഒരു സന്ദേശവും കൂടി നമ്മുടെ പുതിയ തലമുറയ്ക്കെന്നല്ല എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യങ്ങളിലേക്കും കൂടെ വെളിച്ചം വീശുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, എല്ലായിടത്തും ഇതുപോലെ കോൺക്രീറ്റും ഇതും കെട്ടിടങ്ങളും വണ്ടി പെട്രോള് ഇങ്ങനെ പറഞ്ഞുള്ള ഈ ഇത് മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യജീവിതം എന്ന് പറയണത് 120 വയസ്സ് 100 വയസ്സ് എന്നൊക്കെ പറയണത് അതിൻ്റെ നേർപകുതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കണതും ശ്വസിക്കണതും എല്ലാം വിഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആയുസിൻ്റെ നല്ലൊരു ശതമാനം പോകുന്നു. അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുക എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അത് നമുക്കൊരു സന്ദേശം തരുവാണ്. ഇതുപോലെ ചില പ്രദേശങ്ങൾ വനങ്ങളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ പുഴ അല്ലെങ്കിൽ കുളം ഇങ്ങനെയുള്ളത് ഇപ്പോൾ പറയണില്ലേ ഈ സർപ്പക്കാവുകൾ ഇതിനെയൊക്കെ സംരക്ഷിക്കണം. തടാകങ്ങൾ അല്ലെങ്കിൽ ചെറ അങ്ങനെയുള്ളതൊക്കെ വേണ്ടത് തന്നെയാണ്. എന്നുവെച്ചാൽ ഭൂമിയുടെ ജലാംശത്തിന് അളവ് വളരെയധികം താഴേക്ക് പോവുകയാണ്. എല്ലാവരും ഇപ്പോൾ ബോർവെൽ ഒഴിച്ച് കിണർ കുഴിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ ജലത്തിൻ്റെ മറ്റ് ചുറ്റുപാടുമുള്ള ജലം അതിലേക്ക് ഇരുന്നിട്ട് അപ്പോൾ ആ ജലാംശം വളരെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ലെവല് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇത് ഈ വനം വേണ്ടിടത്ത് അത് തന്നെ വേണം. മലകൾ അതൊക്കെ തട്ടി നിരത്തി എല്ലായിടത്തും നിരപ്പായി കിടന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഒരു നിശ്ചയിച്ചേക്കണ ചട്ടക്കൂടിന് വിരുദ്ധമാവുകയാണത്. അപ്പോൾ അതിൻ്റെ പരിണത ഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവം. അപ്പോൾ ഇങ്ങനെയല്ല വേണ്ടത് ഇത് തന്നെയാണ്. ലോകത്തിൽ പലതരത്തിലുള്ള ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട്, അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ചതുപ്പ് നിലങ്ങൾ അങ്ങനെയുള്ളതുണ്ട്. വളരെ പാറകളായിട്ട് ഈ ചെങ്കല്ലുള്ളത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതരത്തിലുള്ള ഈ ഭൂമിയിലെ തന്നെ അവസ്ഥയാണ്. മരങ്ങളും എല്ലാം അതുപോലെയാണല്ലോ. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വളരെയധികം ഈ സന്ദേശങ്ങൾ തരുവാണിത്. ഇതിങ്ങനെയുള്ള വനങ്ങളും സംരക്ഷിക്കണം. അത് ആവശ്യം കൂടാതെ പറഞ്ഞില്ലേ ഇതുപോലുള്ള വന്യമൃഗങ്ങൾക്ക് അതിനിങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ കാട് കുറഞ്ഞു വരുവാണേ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേണ്ട ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാണ്ടാവുമ്പോഴാണ് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് വളരാൻ എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണം. അത് നിശ്ചയിച്ചേക്കണതാണ് ഭഗവാൻ. അപ്പോൾ അതിന് ഈ കയ്യേറുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വനത്തിൻ്റെ ഇത് കുറച്ച് അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ഇതുപോലെയുള്ള അപ്പോൾ വന്യമൃഗങ്ങളും തീർച്ചയായിട്ടും വേണം. അത് പറഞ്ഞില്ലേ ഈ മറ്റ് ഇതൊന്നും വരാതെ സംരക്ഷിക്കൂ ഇതൊക്കെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ എന്താ പറയുക ചുമതലകൾ ഭഗവാൻ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ മാത്രം മനുഷ്യർ മാത്രം ജീവിച്ചാൽ മതി. അങ്ങനത്തെ അവസ്ഥ പോരാ, എല്ലാവരും കലർന്ന് ജീവിക്കുക. അതുപോലെ ഇപ്പം അതിനെ ഉപദ്രവിക്കാണ്ട് ഇരിക്കുകയാണെങ്കിൽ അതും കൂടെ ഉപദ്രവിക്കാനുള്ള. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ന സന്ദേശം കൂടി തീർച്ചയായിട്ടും ഈ ശബരിമല പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. കൂടാതെ ഭക്തിയുടെ ഇപ്പോൾ പറഞ്ഞില്ലേ ഓരോ യുഗത്തിനും ഓരോ ധർമ്മം പറയുന്നു. ത്രേതായുഗം ദ്വാപരയുഗം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ യുഗത്തിലും യാഗാദികളെ കൊണ്ട് പൂജാദികളെ കൊണ്ട് അതുപോലെ ധ്യാനാദികളെ കൊണ്ട് അങ്ങനെ പല ഓരോ യുഗങ്ങളിൽ അത് കൂടാണ്ട് കലിയുഗത്തിൽ നാമം ജപത്തിനാണ് വളരെ പ്രാധാന്യം. അത് ഇപ്പോൾ ഒരാൾ തന്നെ ജപിക്കുകയല്ല, കൂടിയിരുന്ന് നാമം ജപിക്കുക. ഭഗവാന്റെ ആയാലും ഭഗവതിയുടെ ആയാലും നാമജപം മാത്രമാണ് ശരിക്കും വാസ്തവത്തിൽ അതിൻ്റെ ഒരു ധർമ്മമായിട്ട് കലിയുഗത്തിൽ പറയും. മറ്റൊന്നും പാടില്ല എന്നല്ല, പൂജ ഒന്നും എന്നല്ല, വളരെ ശ്രേഷ്ഠമായിട്ട് എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഈ പൂർവികർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടാവാം ഒരു സമയം നാമെങ്കിലും ജപിക്കട്ടെ, അത് മതി, അത് മാത്രം ഈ മനുഷ്യജന്മത്തിൻ്റെ സാക്ഷാത്കാരത്തിന് എന്താണോ ഉദ്ദേശിച്ച് ആ നിലയിൽ അല്ലെങ്കിൽ ഭഗവത് പദപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷം എന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്ക് ഈ നാമം ജപിക്കുക അതിന് സാധിച്ചാൽ തന്നെ വളരെ പുണ്യമായി എന്നിങ്ങനെ പൂർവികർ പറഞ്ഞേക്കുവാണ്. അപ്പോൾ ഈ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞില്ലേ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഈ ഭഗവാന്റെ നാമം ഇടതടവില്ലാണ്ടെന്നല്ല, ഇനിയിപ്പോൾ 24 മണിക്കൂറല്ല കുറച്ചുകൂടി സമയം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതും കൂടി അങ്ങനെ ഒരു പരിധി വയ്ക്കുകയാണെങ്കിൽ ആ പരിധിയൊക്കെ വിട്ട് ഏത് സമയവും ഇതിങ്ങനെ ഉച്ചത്തിലും ചെവിയിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. അപ്പോൾ അത് മിണ്ടാണ്ടിരിക്കുന്ന ആളെ പോലും വാസ്തവത്തിൽ അത് ശുദ്ധനാക്കുകയാണ്. എന്താ വെച്ചാൽ ചെവിയിൽ ഇത് തന്നെയാണ് കേൾക്കണത്. അങ്ങനെ അത് കുറേ ദിവസത്തെ ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ചില ട്രീറ്റ്മെൻറ്റ് പറയണ പോലെ ഒരു 7 ദിവസത്തെ 11 ദിവസത്തെ കിഴി തിരുമ്മൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണ ഓരോന്ന് ആ ആളെ എന്താ പറയണ്ടേ പഴയ പോലെ എന്നല്ല അതിലും കുറച്ചും കൂടി ഓജസ്സുള്ള ആളാക്കി എടുക്കണമെന്ന് പറഞ്ഞ പോലെ ഈ നാമജപം വാസ്തവത്തിൽ ഇപ്പം നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ വെറുതെ ഇരിക്കണമെന്ന് ജപിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിങ്ങനെ കേട്ട് ആ ആളും ഈ പറഞ്ഞ പോലെ എന്താ പറയുക മാറ്റങ്ങൾ വരുവാണ് ആൾക്ക് വളരെ ഒരു പ്രസന്നനായിട്ട്. എന്ന് വെച്ചാൽ മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആളെ ഒരു ഉന്മേഷവാനാവും എന്ന് പറഞ്ഞതുപോലെ
അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിവുള്ള നാമജപം അത് അലമുറയായിട്ട് ഈ യാതൊരു ഇടതടവും ഇല്ലാണ്ട് അങ്ങനെ ശബരിമലയിൽ അത് വളരെ ഒരു പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ ഒരു പ്രത്യേക അനുഭവമായിട്ട് തോന്നുന്നു. ഏത് സമയവും അതെ നട അടച്ചു കഴിഞ്ഞാലും ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ മറ്റേ അവനവൻ്റെ ജപങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ആ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയും ആളെ തീർച്ചയായിട്ടും വേറെ ഏതോ പിന്നെ അതുകൂടാണ്ട് പറഞ്ഞില്ലേ ഇപ്പോൾ അവിടെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഈ ഒരു വർഷക്കാലം ഇപ്പോൾ നമ്മളെന്തെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് ഇനിയിപ്പോൾ ടൗണിലേക്കൊന്ന് പോകുക അല്ലെങ്കിൽ അത് ഇത് അങ്ങനെ ഒന്നും എന്നുവെച്ചാൽ ഒരു വർഷക്കാലം ആ ഭഗവാന്റെ കൂടെ അവിടെ തന്നെ നിശ്ചയിച്ചേക്കുവാണ്. വേറെ എങ്ങും പോകാനില്ല. അവിടെ ഇരുന്ന് ഈ പറഞ്ഞതുപോലെ അത് വലിയൊരു അനുഭവം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരവസ്ഥ എന്നുവെച്ചാൽ മറ്റൊന്നും ചിന്തിക്കാനില്ല. ഇപ്പോൾ കുടുംബത്തിലെയോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഇപ്പോൾ ഇനി അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ആ കാര്യങ്ങളൊന്നും വേണ്ട. ആ സമയത്ത് മുഴുവൻ സമയവും ഇപ്പോൾ അതൊരു പ്രത്യേക അവസ്ഥ. അങ്ങനെ ഉള്ള അനുഭവങ്ങൾ അനവധിയാണ്. എത്രയോ യോഗ്യന്മാരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ മറ്റേ ഈ പഴയ ആളുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ കറണ്ടിൻ്റെയൊക്കെ മൂലസ്ഥാനം ഇപ്പോൾ ഇടുക്കിയിലൊക്കെ ഈ ഇതിൻ്റെ വൈദ്യുതിയുടെയൊക്കെ കേന്ദ്രം എന്ന് പറയണ പോലെ അതങ്ങനെ എന്നിട്ട് സപ്ലൈ ചെയ്യണു നമ്മുടെ ഗ്രഹങ്ങളിലും വരണു. വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ വരണു. ഇപ്പോൾ പലതരത്തിലായി സൗരോർജ്ജം കൊണ്ടും ഒക്കെ ആയി. ഏതായാലും അതിൻ്റെ ആ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ പല ദിക്കിലേക്ക് സപ്ലൈ ചെയ്ത് വരുന്നു. നമ്മുടെ വീടുകളിലും വരണു, ബൾബ് കത്തണു, ഫാൻ കറങ്ങണു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഇത് ഈ ഇങ്ങനെയുള്ള ഒരു ശക്തിവിശേഷത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ അതിൽ പോയി ഈ അപ്പോൾ ആദ്യം ചോദിച്ചതുപോലെ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്ത് ആ ദേവൻ്റെ പാദത്തെങ്കിൽ സ്പർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക അത് ഈ പറഞ്ഞ് എന്നുവെച്ചാൽ ഈ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയധികം ഭക്തജനങ്ങൾ ഈയിടെ നാമം ജപത്തിൻ്റെ എന്നുവെച്ചാൽ മനസ്സറിഞ്ഞ് ജപിക്കുന്ന നാമത്തിൻ്റെ അതിൻ്റെ ഒരു പവർ ഈ പറഞ്ഞ പോലെ അത് ഇപ്പോൾ ഈ തന്ത്രശാസ്ത്രത്തിലൊക്കെ പറഞ്ഞ പോലെ അർച്ചകസ്യ പ്രഭാവേണ ശിലാ ഭവതി ശങ്കര. അപ്പോൾ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ ഇപ്പോൾ അതിപ്പോൾ ഈ അർച്ചകസ്യ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരാൾ എന്ന് ഉദ്ദേശിക്കണ്ട. ഈ ഭക്തനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഭക്തയായിട്ടുള്ള ഒരാൾ മനസ്സ് അറിഞ്ഞ് സങ്കല്പിച്ച് ഇങ്ങനെ എന്താ പറയുക ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി വിചാരിച്ച് അങ്ങനെ ആ സങ്കല്പത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞതുപോലെ അനവധി ആളുകളുടെ മനസ്സിൽ നിന്ന് ഈ പറഞ്ഞ പോലെ വളരെ ഉള്ളിൽ തട്ടി എന്നൊക്കെ പറയണ പോലെ അതുപോലെയുള്ള നാമം ജപവും ആ ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കുന്ന ആ ഒരു കേന്ദ്രത്തിലാണ് നമ്മൾ ആദ്യം വന്ന് അങ്ങനെ അഭിവാദ്യം ചെയ്യണേ എന്നുള്ള ആ ഒരു മനസ്സിലേക്ക് അത് വരുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് എന്താ പറയുക ഒരു ഈ ഇതിനൊക്കെ ഈ ട്യൂണിംഗ് ഫോർക്കൊക്കെ കമ്പനം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു ആ ഭാഗ്യം ആലോചിക്കുമ്പോഴേ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ വന്നു ചേർന്നതും ഇതുപോലെ അനേകം ഇതുപോലുള്ള മഹത്തുക്കളായിട്ടുള്ള പ്രാർത്ഥന മറ്റു കാര്യങ്ങളെ കൊണ്ട് നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ വേണ്ടതെന്നുള്ള ഒരു അവസ്ഥയായി പോകും ആദ്യം ഈ ബിംബത്തിൽ തൊടുമ്പോൾ. അതും ഇതുപോലെ തന്നെയാണ്. പൂജ കഴിഞ്ഞ് നമ്മുടെ ചുമതലകൾ ഇപ്പോൾ ഒരു വർഷക്കാലം ശബരീശനെ സബരി ചെയ്യാൻ എന്നുവെച്ചാൽ ഭഗവാനെ പൂജിക്കുക, പരിപാലിക്കുക, രാവിലത്തെ അഭിഷേകങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ഇപ്പോൾ അമ്മ കുളിപ്പിച്ച് എന്താ പറയണ്ടേ അതിൻ്റെ ആഹാരങ്ങൾ മറ്റു കാര്യങ്ങൾ ശുശ്രൂഷകൾ ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ ഒരു അത്ര ഒരു വാത്സല്യത്തോടെ നമ്മൾ അങ്ങനെ അത്രയും ദിവസം ഇത് ഈ ഭഗവാനെ ഇപ്പോൾ ഈ ഭാഗവത്തിലൊക്കെ പറഞ്ഞ പോലെ ആ, ഉം, ഈ ഗോപന്മാർക്ക് വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ ഭഗവാൻ എന്നൊരു സങ്കല്പം ഇല്ലാന്നല്ല. അങ്ങനെയല്ല. തൻ്റെ ഒരു കൂട്ടുകാരൻ എന്നുള്ള മട്ടിൽ അങ്ങനെ ഈ കളിക്കൂട്ടുകാരനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റി എന്ന് ഭാഗവതം ഇങ്ങനെ പല ദിക്കിലും പറയുന്നുണ്ട്. അപ്പോൾ അത് വാസ്തവത്തിൽ വലിയൊരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്കത് പൂജിക്കാൻ കഴിയും. എത്രയോ ആളുകൾ മോഹിക്കുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്നും തൊഴുവാൻ ആഗ്രഹിക്കുന്ന ദിക്കിൽ പൂജിക്കുവാൻ ആ ഭഗവാനെ. അപ്പോൾ അത് ഈ മറ്റേ ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ടല്ലോ കുചേലൻ പറയുന്നുണ്ട്. കുചേലൻ അവിടെ ചെന്ന് വാസ്തവത്തിൽ ഭഗവാനെ പൂജിക്കാം എന്നോർത്താണ് താഴെ ഇരുന്നത്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിരുന്ന് ഭഗവാൻ കുചേലനെ പൂജിക്കുക എന്ന് വെച്ചാൽ ഈ ശബരിമലയിലും അതുപോലെ തന്നെ 18 പടി കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഈ ഭഗവാനെ ഒന്ന് തൊഴുത് അത് കഴിഞ്ഞ് നേരെ നോക്കണ വഴി കാണുന്ന തത്വമസി എന്നുള്ള വലിയൊരു ബോർഡാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ അകത്തിരിക്കണ ആ ചൈതന്യവും നിങ്ങളിലുള്ളതും ഇതിൻ്റെ ഒരു അംശം തന്നെയാണ് എല്ലാ ജനങ്ങളിലും ജനങ്ങളുടെ ഹൃദയത്തിലും ഉള്ളതെന്ന് ആ ഭഗവാൻ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ അതിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് ഭഗവാനെ പൂജിക്കണ പോലെ ആ ഭഗവാൻ ഭക്തനെയും പൂജിക്കുകയാണ്. അത് ദൃഷ്ടാന്തത്തിൽ കാണിക്കണമെന്ന് പറഞ്ഞ പോലെ അത് വലിയൊരു അനുഭവമാണ് ഈ പറഞ്ഞതുപോലെ. അങ്ങനെ അപ്പോൾ അത് അതുപോലെ അങ്ങനെ കൽപ്പിച്ചിരിക്കുന്ന ഒരു കേന്ദ്രത്തിൽ പൂജിക്കാൻ നമുക്ക് ഇത്രയും നാൾ കിട്ടി. അത് കഴിഞ്ഞ് ഇനി മറ്റൊരാൾക്ക് അതുപോലെ തന്നെ ഈ സുരക്ഷിതമായിട്ട് ഭഗവാന്റെ കാര്യങ്ങൾക്ക് യാതൊരു വീഴ്ചയുമില്ലാതെ ഇതുപോലെ തന്നെ തുടർന്ന് ഇതുപോലെ തന്നെ എന്നല്ല ഇതിലും ഭംഗിയായിട്ട് തുടർന്ന് പോകാനായിട്ട് നമ്മൾ താക്കോല് കൈമാറുമ്പോൾ വാസ്തവത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറഞ്ഞ് അറിയിക്കണ ഒരു അനുഭവമല്ല. അവനവൻ്റെ ഉള്ളിൽ
ഈ പറഞ്ഞതുപോലെ അത്ര കാലം ആ ഭഗവാനെ ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആ ഭഗവാനെ പൂജിക്കാൻ നമുക്ക് കിട്ടിയ ആ ഒരു സൗഭാഗ്യവും ഇനി അത് മറ്റൊരാൾക്ക് കൈമാറുമ്പോഴും അതിന് യാതൊരു കോട്ടവുമില്ലാണ്ട് ഇതിലും ശ്രേഷ്ഠമായിട്ട് നടക്കണമെന്നുള്ള ആ പ്രാർത്ഥനയും എല്ലാം കൂടെ മനസ്സിൽ വളരെയധികം ഒരു ആനന്ദത്തിൻ്റെ സമയമാണ് വാസ്തവത്തിൽ ഈ താക്കോല് അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരു സമയം. തീർച്ചയായിട്ടും ഈ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൂജിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ഈ ഇനി പ്രത്യേകിച്ച് ഇനി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ഈ ഒരു ഇത് പറയുകയല്ല, യാതൊരു മുടക്കങ്ങളും ഇല്ലാണ്ടും ഭംഗിയായിട്ടും എന്ന് വെച്ചാൽ ഒരുവിധം കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഭംഗിയായിട്ട് നടത്തി പോരാൻ ഈ സാധിച്ചത് തന്നെ യാതൊരു സംശയവുമില്ല. ആ ഭഗവാന്റെ പൂർണ്ണാനുഗ്രഹവും വലിയ കുഴപ്പങ്ങളില്ലാണ്ട് ഇത് ഈ പൂർത്തിയാക്കി വരാൻ സാധിച്ചത്. ഇപ്പം ഇടയ്ക്ക് മുടക്കങ്ങൾ ഇതൊക്കെ വരാം. അതിപ്പോൾ അങ്ങനെയൊന്നും വന്ന് അപ്പോൾ അത് വെച്ചാൽ കാര്യങ്ങളവിടെ നടന്നോളും. എങ്കിലും നമുക്ക് മനസ്സിനൊരു വിഷമവും അങ്ങനെ സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരാണ്ട് വാസ്തവത്തിൽ ഈ ഒരു വർഷക്കാലം ഭംഗിയായിട്ട് പൂജ കഴിച്ചിറങ്ങാൻ സാധിച്ചു. അത് തന്നെ വളരെ പ്രത്യക്ഷ അനുഭവമായിട്ട് എനിക്ക് തോന്നുവാണ്. ഈ അടുത്തിടയ്ക്ക് ഞാനപ്പോൾ ആ ആളെ കണ്ടതുമാണ് ഞാൻ. അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ അവരിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞത് ഇങ്ങനെ ഇന്ന ആളാണ്. അപ്പോൾ അത് ഈ സ്ത്രീകളുടെ ശബ്ദമായിരുന്നു. ചിലർക്കിപ്പോൾ അങ്ങനെയുണ്ടല്ലോ, ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പതിഞ്ഞ ശബ്ദം അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയായിരുന്നു ഇയാൾക്ക്. അത് കഴിഞ്ഞ് 2, 3 കൊല്ലം കൃത്യസമയം ഓർക്കണല്ലോ, അങ്ങനെ വെച്ചേ ആയുള്ളൂ. ഏതായാലും അവിടെ വന്നിരുന്നു ആൾ തൊഴുവാൻ. അപ്പോൾ അത് അവിടെ വന്ന് അങ്ങനെ ഒരു മണ്ഡലകാലമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 40 കഴിഞ്ഞ് മകരവിളക്ക് വരെയോ എന്നിട്ട് അവിടെ ആ മാളികപ്പുറത്ത് ഈ അവിടെ ഈ എന്തൊക്കെയോ ചെറിയ ജോലികളോ ഇതൊക്കെ ആയിട്ട് അങ്ങനെ കൂടി. അത് കഴിഞ്ഞ് എന്നിട്ട് പറയണു അപ്പോൾ ഇയാളുടെ ഉള്ളിൽ ശരിക്കും ഇങ്ങനെ ഈ ശബ്ദം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഓരോരുത്തർക്ക് ഇത് കൊടുത്തേക്കണ ഇതാണ്. ഇപ്പോൾ നമുക്ക് ഒരാളെ കാണുമ്പോൾ അയാളെന്താ ഒരു അങ്ങനെ ഈ കളിയാക്കാനൊക്കെ എളുപ്പം കഴിയും. പക്ഷെ അത് അവനവന് അവസ്ഥകളെ വരുമ്പോൾ അപ്പോൾ അത് ഈ അയാളെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞില്ലേ ഇപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഒരു കുറച്ചൊരു പോരായ അയക്ക് തന്നെ തോന്നിയിട്ടോ എന്തോ ഇങ്ങനെ വളരെ ഒരു ഈ ഉള്ളി തട്ടിയെന്ന് പറഞ്ഞ പോലെ ആ ഭഗവാനോട് ഇതൊക്കെ ഒന്ന് നേരെയാവണമെന്നുള്ള പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ 2 കൊല്ലം മുമ്പോ അങ്ങനെ മറ്റെയാണ് അദ്ദേഹത്തിന് പരിച്ഛേദം അങ്ങോട്ട് മാറി ശരിക്കും അങ്ങോട്ട് ഷാർപ്പ് ഇതാ എന്താ പറയുക അങ്ങനത്തെ ഈ പുരുഷൻ്റെ ശബ്ദമായിരുന്നു. അങ്ങനെ വളരെയധികം വ്യത്യാസമായിട്ട് ശരിക്ക് ഇപ്പം അങ്ങനെ ഇതേപ്പോൾ അവിടെ പ്രസാദം മേടിക്കാനൊക്കെ അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ കൂടെയുള്ളവർ പറയും ചെയ്തു ഇങ്ങനെ ഒരനുഭവം ഉണ്ടായ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒന്ന് പിന്നെ അതുകൂടാണ്ട് ഈ പറഞ്ഞതുപോലെ ഈ മിണ്ടാത്ത ആള് ചെറിയ കുട്ടികൾ അതെന്താ ഇപ്പോൾ 1, 2 തവണ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മിണ്ടാണ്ട് അങ്ങനെ നിന്നിട്ട് അത് പല കൊല്ലം കൊണ്ടുവരാറുണ്ട് ഇങ്ങനെ. അത് കഴിഞ്ഞ് ഒരു തവണ മറ്റോ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഇയാൾ ഈ ഈ എന്താ പറയുക ഈ അങ്ങോട്ട് തെളിഞ്ഞ് സ്വാമി ശരണം അയ്യപ്പ അങ്ങനെ വിളിച്ചു എന്നല്ല അപ്പം തന്നെ, എന്നാലും ശരിക്ക് ഈ പറയാറായി ഈ വിട്ടുവിട്ടെന്ന് പറഞ്ഞ പോലെ സ്വാമി ശരണം അയ്യപ്പ എന്ന് തന്നെ ആ നടക്കയെന്ന് പറയാറായി. ഇതൊക്കെ വാസ്തവത്തിൽ എന്ന് വെച്ചാൽ അകത്തിരിക്കണ ആ ചൈതന്യം വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 തരത്തിലും ആക്കാം. മിണ്ടണയാൾ മിണ്ടാണ്ടും ആവും, മിണ്ടാത്ത ആൾ മിണ്ടി നല്ലോണം സംസാരിക്കുന്ന ആളെന്ന് വെച്ചാൽ അപ്പോൾ ആ ചൈതന്യ വിശേഷത്തിന് ഇതൊക്കെ വളരെ നിസ്സാരമുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഈ എന്താ പറയണ്ടേ ഈ ജാലവിദ്യ കാണിക്കുന്ന ആളും മറ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലൊന്നും അല്ല. മനുഷ്യൻ്റെ വാസ്തവത്തിൽ ഈ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ അതീതമായിട്ടുള്ള ആ പ്രപഞ്ച ശക്തിയിൽ ആശ്രയിക്കുക തന്നെ വേണ്ടതെന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ എന്താ പറയണ്ടേ ഓരോ സാമ്പിൾ കാണിച്ചു തരും ഭഗവാൻ എന്ന് പറഞ്ഞ പോലെ. വാസ്തവത്തിൽ ഇപ്പോൾ അത് മുഴുവൻ ആളെ നേരെയാക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട ഭഗവാന്. 2 തരത്തിലാവാം. അതുപോലെ പ്രളയം വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ അതും ആ ഭഗവാന്റെ ഇത് തന്നെയാണ്. അപ്പോൾ അത്രയ്ക്ക് ഇത് ഈ മനുഷ്യൻ കൽപ്പിക്കണ ഒരു ശക്തിവിശേഷത്തിൽ നിന്നൊക്കെ അതീതമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ വേണ്ടത് ഇന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക കുത്തു തന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ ചില അനുഭവങ്ങളും ഉണ്ടട്ടോ എന്നിങ്ങനെ കാണിക്കണ പോലെ. അതിങ്ങനെ 2, 3 അതുപോലുള്ള അനുഭവങ്ങൾ ഇങ്ങനെ നേരിട്ട് ഞാൻ കണ്ടതല്ല. ഇങ്ങനെ കൂടെയുള്ളവർ പറഞ്ഞ് ഇങ്ങനെ ഒരു അനുഭവമാണ് ട്ടോ ഇയാൾക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പൂജാക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മണ്ഡലകാലത്ത് 3 മണി അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാസപൂജ സമയത്ത് 5 മണിയാണ് രാവിലെ. അപ്പോൾ അതിന് പാകത്തിന് നമ്മൾ കുളിച്ച് തയ്യാറാവുക. നമ്മുടെ സന്ധ്യാവനം ഇതൊക്കെ കഴിഞ്ഞ് തട്ടുടുത്ത് അവിടെ മുറിയിൽ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 3 മണി എന്നാണെങ്കിൽ 2:50 അതിന് നമ്മുടെ മുറിയുടെ മുൻവശത്തുള്ള കസേരയിൽ വന്നിരിക്കുക. അപ്പോൾ എല്ലാവരും കൂടെയുള്ള പരികർമ്മികൾ എല്ലാവരും വന്ന് നമസ്കരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2:50, 2:55 പക്ഷേ ആ സമയമാകുമ്പോൾ തന്ത്രിയുടെ അടുത്ത് ചെല്ലുക. എല്ലാ ദിവസവും അങ്ങനെയാണ്. രാവിലെ അവിടെ ചെന്ന് അപ്പോൾ ഇവിടെ ഈ ഈ മേശാന്തി മുറിയുടെ ഫ്രണ്ടിൽ ഒരു കിടാവിളക്കുണ്ട്. ആ വിളക്ക് അപ്പോൾ അത് മാസപൂജയുടെ തലേദിവസമാണെങ്കിൽ അത് അന്ന് കത്തിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ആ വിളക്കിൻ്റെ അവിടെ തൊഴുത് അപ്പോൾ ഈ കീശാന്തി താക്കോലും കിണ്ടിയും കൂടെ കയ്യിൽ തരും. തുറക്കാനുള്ള ശ്രീകോലിൻ്റെ താക്കോലും ഈ കിണ്ടിയും കൂടെ കയ്യിൽ തരും. ഭഗവാനെ തൊഴുത് ശരണം വിളിച്ച് അവിടുന്ന് ഇറങ്ങി ഇത് തന്ത്രിമുറിയിൽ വരണു. തന്ത്രിയെ ഇത് നമസ്കരിക്കണു. കീശാന്തിയും കൂടെയുള്ളവരൊക്കെ
തന്ത്രി നമസ്കരിക്കണം. തന്ത്രിയോടുകൂടി അവിടെ പ്രദക്ഷിണമായിട്ട് പോയി ഇപ്പോൾ ഗണപതിയെ തൊഴുത് അവിടെ നാഗരുടെ അവിടെയും തൊഴുത് പ്രദക്ഷിണം വെച്ച് വന്ന് നടക്കെ വന്ന് ഈ പറഞ്ഞ പോലെ താക്കോലും കിണ്ടിയും കീശാന്തിക്കും കൊടുത്ത് നമസ്കരിക്കും. അവിടെ ഭഗവാനെ നമസ്കരിക്കണു. തന്ത്രിയോട് ഒന്നുകൂടി അനുവാദം ചോദിച്ച് കയറി നട തുറക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ 3 മണി കറക്റ്റ് 3 മണിയാകുമ്പോൾ കൃത്യം നട തുറന്നു. നട തുറന്ന് അകത്തെ ദീപങ്ങളൊക്കെ തെളിയിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തെ ഗണപതിയുടെയും നാഗരുടെയും തെളിച്ച് പ്രദക്ഷിണം വെച്ച് അപ്പോൾ ഈ തലേദിവസം ഈ എന്താ പറയുക ഈ മാസപൂജയിൽ നട തുറക്കണ ദിവസം സംക്രാന്തി ദിവസമാണെങ്കിൽ ആ പ്രദക്ഷിണം വെച്ച് അങ്ങനെ ആഴിയുടെ അടുത്ത് പോയി ആഴിയും കത്തിച്ച് പടി കയറി വന്ന് തന്ത്രിമുറിയിലെ വിളക്ക് കത്തിച്ച് ശരണം വിളിച്ച് കത്തിച്ച് ഇവിടെ വന്ന് ഈ പറഞ്ഞ പോലെ മൂടിയ ഭസ്മം കൊടുക്കണം. മറ്റേ സാധാരണ ദിവസം ആ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ വന്ന് അകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്ത്രിയും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇനി നിർമാല്യം ഇതൊക്കെ മാറ്റാം, അദ്ദേഹത്തിൻ്റെ ദേഹശുദ്ധി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർമാല്യം മാറ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേദിവസത്തെ ഭഗവാന്റെ ഉടയാടകൾ മാല ഇതൊക്കെ മാറ്റി ഈ പറഞ്ഞ പോലെ അഭിഷേകത്തിന് തയ്യാറാക്കുന്നു. തന്ത്രി അഭിഷേകം ചെയ്യണു. അത് കഴിഞ്ഞ് മലര് നേദ്യം സാധാരണ അമ്പലത്തിലെ പോലെ തന്നെ മലര് നേദിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഈ സ്വർണ്ണക്കുടത്തിലെ നെയ്യ് ആദ്യം തന്ത്രി അഭിഷേകം ചെയ്യണു. അതെ. അത് കഴിഞ്ഞ് ഒരു നേദ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ ഉള്ളവർക്ക് കൂടി നമുക്ക് പ്രസാദം കൊടുത്ത് തന്ത്രി നമ്മൾ ഗണപതിനായിട്ട് പോകും. പിന്നെ നമ്മളെ മേശാന്തി ഈ പറഞ്ഞ പോലെ അവിടെ പലകയിലിരുന്ന് ദേഹശുദ്ധിയും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് നെയ്യഭിഷേകം അഭിഷേകം എന്ന് പറഞ്ഞാൽ വെള്ളിക്കുടത്തിലെ ആദ്യം നമ്മൾ അഭിഷേകം ചെയ്യുന്നു. പിന്നെ തുടർന്ന് പിന്നെ അഭിഷേകമാണ് അകത്ത്. പിന്നെ ഒരു മലനേദ്യം കഴിച്ച് നമ്മളും ഈ പറഞ്ഞ പോലെ അവിടെ പ്രസാദം കൊടുത്ത് ഇവിടെ ഗണപതിമത്തിൻ്റെ അവിടെ വന്ന് അവിടെ ദീപാരാധന കഴിഞ്ഞ് തന്ത്രിയോട് ഒരുമിച്ച് മുറിയിലേക്ക് പോകും. പിന്നെ ഏകദേശം ഒരു 7:30 ആവാറാകുമ്പോഴാണ് ഉഷപൂജ. അപ്പോൾ അതൊരു 7 മണി വരെ ഈ അഭിഷേകമാണ് അകത്ത്. അതെ. 7 മണി വരെ അകത്ത് അഭിഷേകം നടക്കും. അത് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ ആ സമയം കൊണ്ടൊക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ഉഷപൂജയ്ക്ക് തയ്യാറാക്കണം കൂടെയുള്ളവർ. അത് കഴിഞ്ഞ് പിന്നെ സമയമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു 7:25 കഴിയുമ്പോൾ മുറിയിൽ നിന്ന് പോരും. 7:30ക്കാണ് 7:30 തുടങ്ങി അതിൻ്റെ ഇത് പൂജ പുറത്തെ ഉപദേവതകളായിട്ടുള്ള നേദ്യം ഇതൊക്കെ കഴിഞ്ഞ് അകത്ത് പ്രസന്ന പൂജ ഇതൊക്കെ കഴിയുമ്പോൾ ഏതാണ്ട് 7:50 8 മണി അവിടെ അടുത്താവും. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ പൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ ആ പൂജ മുഴുവനാക്കി നമ്മൾ അത് കഴിഞ്ഞ് ആദ്യം ഒന്നുകൂടെ അഭിഷേകം ചെയ്യണം നമ്മൾ നെയ്യ്. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് അവർ അഭിഷേകം ചെയ്യണം. അതങ്ങനെ ഏകദേശം ഒരു 11 മണി വരെ സാമാന്യം. പിന്നെ അതിന് ചില ഏറ്റക്കുറച്ചിൽ വരും കേട്ടോ. കണ്ടമാനം ആൾ നിൽക്കണോ അങ്ങനെയൊക്കെ വരുമ്പോൾ വ്യത്യാസങ്ങൾ വരും. ആ ഭാഗത്തിനനുസരിച്ച് മാറ്റും. ഏതായാലും ഒരു സാമാന്യ സമയം അതെ. പിന്നെ ഒരു 10:30 10:45 വരെ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ രാവിലത്തെ പോലെ തന്നെ കഴുകിയൊക്കെ വൃത്തിയാക്കി 11:25 11:00 ഉച്ചപൂജയ്ക്കായിട്ട് നമ്മൾ കയറണം. അപ്പോൾ അത് പൂജയ്ക്ക് നമ്മൾ കയറുന്നു വെച്ചാൽ തന്ത്രിയാണ് ഉച്ചപൂജ. കളഭവും അതുകൊണ്ട് ഈ തന്ത്രിയാണ്. ചില ദിവസം വിലക്ഷാർത്തിന് എണ്ണി അതിൻ്റെ ഭസ്മം കലശം പൂജിച്ച ഭസ്മം അത് അപ്പോൾ രണ്ടും അഭിഷേകം ചെയ്യാനുണ്ട്. ഉച്ചപൂജ തന്ത്രിയാണ് കളഭത്തോടു കൂടി. അതെ. ഉച്ചപൂജ. അപ്പോൾ അത് കഴിഞ്ഞ് സാമാന്യം 12:30 12 ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഈ പറഞ്ഞ പോലെ ചില ഇത് വന്നു കഴിഞ്ഞാൽ 12:30 12:35 ആവും. ബാക്കി സമയം കൂടെ ഈ പറഞ്ഞ പോലെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന്. അപ്പോൾ 1 മണിയിൽ നിന്നാണ് വെച്ചേക്കണത് ഉച്ചപൂജ കഴിഞ്ഞ് അടയ്ക്കണത്. അത് ചിലപ്പോൾ 1:10 ഒക്കെ ആവും. വെച്ചാൽ ആൾ നിൽക്കണമെങ്കിൽ അവരെ കൂടെ തൊഴുവിച്ചേ വിടുകയുള്ളൂ. അതെ. വലിയ വ്യത്യാസങ്ങൾ വരില്ല. സാമാന്യ സമയം ഇതാണ് 1 മണി ഉച്ചപൂജ. അത് കഴിഞ്ഞ് അടച്ചു. പിന്നെ അപ്പോൾ രാവിലത്തെയൊക്കെ ആയി. വൈകുന്നേരം ഈ പറഞ്ഞതുപോലെ മാസപൂജയ്ക്കാണെങ്കിൽ 5 മണി. മറ്റേ ഇപ്പോൾ 3 മണിയാണ് സീസണിലൊക്കെ. എന്നുവെച്ചാൽ അത്ര ആൾ നിൽക്കണ്ടാവും അവിടെ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടെ കയറ്റി വെച്ചു 3 മണി എന്നുള്ള. അപ്പോൾ ഇപ്പോൾ ഗുരുവായൂർ തന്നെ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ അത് തൊഴാൻ പോണ ആളുടെ ഇടത്താവളം കൂടി ആവുകൊണ്ട് അങ്ങനെയുള്ള അമ്പലങ്ങളിലും കൂടെ വ്യത്യാസം വന്നല്ലോ. അതെ. അപ്പോൾ ഇവിടെ ഈ 3 മണിക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ അത് തുറക്കാനും രാവിലെ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് ശരണം വിളിച്ച് അങ്ങനെ പോയിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം പിന്നെ അപ്പോൾ തന്ത്രി വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ചിലപ്പോൾ നേരെ അങ്ങോട്ട് ശ്രീലകത്തെ അങ്ങോട്ട് പോരും. അവിടെ വന്ന് ഈ പറഞ്ഞ പോലെ നമസ്കരിച്ച് തന്ത്രിയെ ഒന്ന് സ്മരിച്ച് ഈ പറഞ്ഞ പോലെ നട തുറക്കണു. അത് കഴിഞ്ഞ് പുറത്തെ ഉപദേവതകളുടെ നട തുറക്കണു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അകത്ത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ വേറെ മറ്റ് അഭിഷേകങ്ങളോ ഇതൊന്നും വൈകുന്നേരം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് കിട്ടും. അപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്ക് സൗകര്യം പോലെ കുറച്ച് നേരം അകത്തിരുന്ന് ജപിക്കാൻ വലിയ പുഷ്പാഞ്ജലി ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ആ സമയത്ത് പൊതുവായിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പുഷ്പാഞ്ജലി ഒക്കെ കഴിഞ്ഞ് ഇവിടെ പ്രസാദം കൊടുക്കാനുള്ള ആ പൂവ് അത് അകത്തുനിന്ന് പീഠത്തിൽ നിന്ന് ആ പൂവായിട്ട് ഇങ്ങോട്ട് മുറിയിലേക്ക് വന്നു. പിന്നെ കുറച്ച് നേരം അവിടെ പ്രസാദം കൊടുക്കലായി. 6:25 അങ്ങനെ അസ്തമനത്തിൻ്റെ കണക്കാക്കിയാണ് അവിടെ ഈ ദീപാരാധന. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വൈകുന്നേരത്തെ സന്ധ്യാവന്തനം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 6:25 ആകുമ്പോൾ തയ്യാറാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ മണ്ഡലകാലത്തില്ല, മറ്റ് സമയങ്ങളിൽ ഉദയാസ്തമന പൂജയുണ്ട്. അതിൻ്റെ ഒരു പൂജയും ഈ ദീപാരാധന സമയത്താണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ 6:25 പോകും. അതെ. അവിടെ പോയി അകത്ത് പൂജ അതിൻ്റെ പ്രസന്ന പൂജ സമയത്ത് ദീപാരാധന അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അകത്ത് പുഷ്പാഭിഷേകമാണ്. അപ്പോൾ ഈ പടിപൂജ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ദീപാരാധന കഴിഞ്ഞ് പടിപൂജയ്ക്കായിട്ട് പോകും. പടിപൂജ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ
തുടങ്ങണത്. ചിലപ്പോൾ പിന്നെ അതിന് തിരക്കും മറ്റും അനുസരിച്ച് ചിലപ്പോൾ ദീപാരാധന കഴിഞ്ഞ് ഉടനെ തന്നെ ഈ പുഷ്പാഭിഷേകം അങ്ങനെ ഒരു ക്രമം. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഈ പറഞ്ഞതുപോലെ 9 മണിക്കാണ് പൂജയ്ക്ക് കയറണത്. അതുവരെ ഈ പ്രസാദം കൊടുക്കുക, പുഷ്പാഭിഷേകങ്ങളുണ്ടെങ്കിൽ അത് കഴിക്കുക. അപ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ 10 എണ്ണം 20 എണ്ണം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ തിക്കും തിരക്കും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് കഴിച്ചു കൊടുക്കും. 1, 2 ട്രിപ്പ് ഇപ്പോൾ ഈ മണ്ഡലത്തിലൊക്കെ 4, 5 തവണയെങ്കിലും ആയിട്ട് കഴിക്കേണ്ടി വരും. 10, 20 പേര് 10, 30 പേരെന്നൊക്കെ പറഞ്ഞ് അവരുടെ പുഷ്പാഭിഷേകം. അങ്ങനെ അത് കഴിച്ചു കൊടുക്കുക. പിന്നെ അത്താഴപൂജ 9 മണിയാണ്. അത് 9:30 ആകുമ്പോഴത്തേക്കും കഴിയും. 9:50 ഹരിവരാസനം ചൊല്ലി 10 മണിക്ക് നട അടയ്ക്കുക എന്നാണ് ഒരു സാമാന്യം. അത് ഈ മണ്ഡലത്തിലൊക്കെ വളരെ വ്യത്യാസം വരും. ഈ പറഞ്ഞ പോലെ അതിൻ്റെ തിരക്കൊക്കെ നോക്കി 11:30, 11:50 വരെയൊക്കെ അങ്ങനെ പോകും. ഇതാണ് ഒരു സാമാന്യ സമയം ശബരിമലയിലെ. അത് അരവണ, അപ്പം, പിന്നെ ഇത് ഈ പാനകം വളരെ വിശേഷമാണ്. അത് വലിയൊരു ഔഷധമാണ്. ഇതല്ലാതെ ഈ നേദ്യങ്ങളൊക്കെ അതെ. അതുകൂടാണ്ട് ഈ പാനകമൊക്കെ വളരെ ഈ പറഞ്ഞതുപോലെ അത് നേദിച്ച് ആ പാനകം ഇതൊക്കെ വളരെ വിശേഷമായിട്ടുള്ളത്. ഇതാണ് പ്രധാന വഴിപാടുകൾ. അരവണ, അപ്പം, പാനകം, പിന്നെ പാൽപ്പായസം, മറ്റേ ഇടിച്ചൊഴിഞ്ഞ പായസം ഇതൊക്കെ ഉണ്ട്. ആ ആ കൂട്ടത്തിൽ തന്നെ. പിന്നെ വിശേഷമായിട്ട് ഈ പഴങ്ങൾ ആളുകൾ കൊണ്ടുവന്ന് കദളിപ്പഴം, കദളിക്കൊല, അതൊക്കെ ഈ പറഞ്ഞ പോലെ അകത്ത് നേദിക്കുന്ന ഇടസമയങ്ങളിൽ പ്രധാനമായിട്ടുള്ള വഴിപാടെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം, അരവണ, പാനകം. അതെ. അത് ശരിക്ക് ഇത് പറഞ്ഞില്ലേ, ഈ മനുഷ്യന് പറഞ്ഞില്ലേ നമ്മള് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ പോലെ മരുന്നാന്നോർത്ത് ഇങ്ങനെ കഴിക്കണമെന്നല്ല. അസുഖങ്ങൾ വരാണ്ടിരിക്കാനും ഈ ശരീരത്തിന് ഒരു ഉന്മേഷം, മറ്റ് കാര്യങ്ങള് ഇതിനൊക്കെ വെച്ചാ നല്ല എന്താ പറയാ ആരോഗ്യമുള്ള ശരീരമാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയണ പോലെ ആ ഭഗവാനെ ഭജിച്ച് ഭഗവാൻ തരുന്ന തീർത്ഥം അത് ഈ പറഞ്ഞതുപോലെ മറ്റ് അസുഖങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമ്മളെ മാറ്റി ഉന്മേഷവാനും നമുക്ക് വേണ്ട കർമ്മങ്ങളും ധർമ്മവും ചെയ്യാനായിട്ട് അതിനുള്ള ഒരു അനുഗ്രഹം. അല്ലാണ്ട് ഇപ്പോൾ ജീവിച്ചു 120 വയസ്സ്, 120 അല്ല, 130 എന്നൊക്കെ പറഞ്ഞ് യാതൊന്നും വയ്യ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ. അപ്പോൾ അതിന് തനിക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളോ ധർമ്മമോ ഒന്നും ചെയ്യാൻ വയ്യ. ആൾ ജീവിച്ചിട്ടുണ്ട്, ശരിയാണ്, ഇത്രയും കൊല്ലമൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ വരാണ്ട് ഈ പറഞ്ഞ പോലെ ശരീരത്തിന് അവനവന് പറഞ്ഞേക്കുന്ന ധർമ്മം ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ ഇപ്പോൾ ഇതിൽ ഗീതയിലൊക്കെ പറയണ പോലെ നമുക്ക് കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇത് ആണ്. അതിൻ്റെ ഫലങ്ങൾ തരുന്നത് ഭഗവാനാണ്. അപ്പോൾ അത് വേണ്ട രീതിയിൽ നമുക്ക് എല്ലാ അംഗങ്ങളെ കൊണ്ടും അസുഖങ്ങളൊന്നും വരാണ്ടും ഭഗവത് പൂജ അല്ലെങ്കിൽ അതുപോലെയുള്ള സപര്യകൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ചില ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ അസുഖം വരാണ്ട് നോക്കുകയാണ് വേണ്ടത്. വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കും വേണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് മറ്റ് അസുഖങ്ങൾ ഇതൊന്നും എന്നുവെച്ചാൽ നമുക്ക് ഉന്മേഷമായിട്ടുള്ള ശരീരം ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ആരോഗ്യം ഇതും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ പാനകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത് സ്പർശം ഭഗവാൻ സേവിച്ച് അതിൻ്റെ തീർത്ഥം തന്നെയാണ് ശരിക്കും ഇത്. അപ്പോൾ അത് എത്രണ്ട് ഔഷധം എന്നുള്ളത് ഇനി ഇത് കണക്കാക്കാൻ അതിനൊരു പരിധി നിശ്ചയിക്കാനൊന്നും വയ്യ. അപ്പോൾ ഈ വളരെയധികം അനുഭവമുള്ള ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ടും ഈ പാനകം അല്ലെങ്കിൽ അത് പിന്നെ പറഞ്ഞില്ലേ ആകെ ഒരു ഈ ഉന്മേഷം ഇല്ലാണ്ടിരിക്കുന്ന ആളെയൊക്കെ ഇത് പറഞ്ഞ പോലെ ഇതങ്ങോട്ട് കഴിച്ച് ഈ മറ്റേ ഈ ബോൺവിറ്റയൊക്കെ കഴിക്കണ ഒരാൾ ഇങ്ങനെ ആയിന്ന് അങ്ങനെ പറയുമല്ല. എന്നാലും ശരീരത്തിന് വളരെ ഒരു ഊർജ്ജസ്വലത അതുപോലെ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ സാത്വികമായ ഭാവങ്ങളിലേക്ക് വരാൻ വളരെയധികം ഇതുപോലുള്ള ഈ പാനകം അങ്ങനെയുള്ള ഭഗവത് സംബന്ധമായ വസ്തുക്കൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അനുഭവങ്ങൾ തന്നെ ഉള്ളതാണത്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 2, 3 തരത്തിൽ ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിലൊക്കെ ശൈവം, വൈഷ്ണവം, ശാക്തേയം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഇപ്പോൾ നമ്മൾ ഈ പാർട്ടി പറയണ പോലെ ഇതൊക്കെ മാനുഷിക കൽപ്പനകളാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഈ 3 തരത്തിലേ ഉള്ളോ എന്നൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ദശാവതാരം 24 ഉണ്ട് എന്ന് പറയുന്നു, അത് കൂടുതലുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ സഹസ്രശീർഷ പുരുഷ എന്നൊക്കെ പറഞ്ഞു പല വിഭാഗത്തിലുള്ളത് പല രീതിയിലുള്ളതെന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ ഇത് ഒന്ന് തന്നെയാണ്. അതിനെ പലതായിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് പറയണു എന്ന് പറഞ്ഞ പോലെ, പെരുപ്പിച്ചെന്ന് വെച്ചാൽ ഇല്ലാത്തതിനെ പറയണമെന്നല്ല, വലുതാക്കി അതിൻ്റെ ആ വ്യാപ്തി കാണിക്കാനായിട്ട് പറയണമെന്നല്ലാണ്ട് അത് പറഞ്ഞില്ലേ ഇത് ഈ രാവണന് 10 തല എന്ന് പറഞ്ഞേക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനൊക്കെ ഇതിപ്പോൾ ഈ ഹൈവേ കൂടെ അയാൾ തന്നെ പോയി കഴിഞ്ഞപ്പോൾ മറ്റേ വണ്ടിയൊന്നും പോകാൻ സ്ഥലമില്ലെന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കുക. അങ്ങനെയല്ല, ഈ 10 തലയായിട്ട് ഇങ്ങനെ പോണു, അല്ലെങ്കിൽ എന്താ പറയണ്ടേ 20 കയ്യുകൾ അല്ലെങ്കിൽ 20 കണ്ണ്, ഇങ്ങനത്തെ അവസ്ഥയല്ല. ആ ഒരാൾക്ക് ഈ 10 ആളുടെ തലയിലുള്ളതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുക ഒരേ സമയം. ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഇത് എടുക്കണു, ഇതിപ്പോൾ അവിടെ അപ്പുറത്ത് നടക്കണ കാര്യം ഇയാൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ അറിയാം. അത് ഇങ്ങനെയല്ല കേട്ടോ, അവിടെ മറ്റേ അപ്പുറത്തെ കുടുംബത്തിൽ എന്താ, ഇതൊക്കെ ഇയാളുടെ ഈ മനസ്സിലെ ഈ ചുറ്റുപാടുമുള്ളത് പല തരത്തിലേക്കുള്ളത് ഈ ഒരാളെ കൊണ്ട് ഒരു സമയത്ത് തന്നെ സാധിക്കണം. എന്ന് പറഞ്ഞ പോലെ ഈ രാവണൻ എന്ന് പറഞ്ഞ ആള് ഈ പറഞ്ഞു അങ്ങനെ ആണ് ഒരു ഇത് കൽപ്പന വെച്ച് നമ്മൾ നേരിട്ട് കണ്ടു ഇയാൾ വർത്താനം പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല. ഇങ്ങനെയാണ് അനുഭവം എന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ അത് ആ 10 അതിലപ്പുറത്തേക്കും ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ബുദ്ധി മറ്റു കാര്യങ്ങളുള്ള ആളെ ആണ് ഈ ഭഗവാൻ
നിസ്സാരമായിട്ട് ഇങ്ങനെ എന്നുവെച്ചാൽ അതൊന്നും വിഷമമുള്ളതല്ല, അവിടത്തേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് വലുപ്പമാക്കി. അതാണ് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ നരസിംഹമൂർത്തിക്കാണ് വാസ്തവത്തിൽ പാനകം. എങ്കിലും അത് ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ശരിക്കും ധർമ്മത്തെ ശാസിച്ച് നടപ്പാക്കണം. ധർമ്മശാസ്താവ് അതിൻ്റെ ഒരു അംശാവതാരമായിട്ടാണ് അയ്യപ്പൻ എന്നൊക്കെ നമ്മൾ കൽപ്പിക്കുന്നത്. അപ്പോൾ ഇത് ധർമ്മത്തെ ശാസിച്ചെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആയുധങ്ങളും മറ്റും അങ്ങനെയുള്ള ഒരു മൂർത്തി. അപ്പോൾ അതുപോലെയുള്ളതിന് ഈ പറഞ്ഞ പോലെ ഈ അതേ തരത്തിലുള്ള ആഹാരം എന്നൊക്കെ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഒരു എന്താ പറയുക ജ്യൂസ് അല്ലെങ്കിൽ ഇതൊക്കെ കുടിച്ച് ആൾ ഉന്മേഷമാവണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത് ഈ ആ മൂർത്തിക്ക് യോജിച്ചതും നമ്മുടെ പൂജാവിധികളിലും ഉള്ളതുമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഈ പാനകം എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞില്ലേ ചുക്ക് മറ്റു കാര്യങ്ങളാണ് അതിൽ വരണത്. അപ്പോൾ അത് ഈ വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടുത്തെ മുക്കുടി കഷായം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർവചിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേകമായിട്ടുള്ള അങ്ങനെ കൽപ്പിച്ചിരിക്കുന്ന ഒരു ദേവനാവും ധർമ്മത്തെ ശാസിച്ച് നടപ്പാക്കാം. അപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ മറ്റേ ഇപ്പോൾ ഈ അതിൻ്റെ ഇപ്പോൾ രാജാവ് പ്രജകളെ ഇപ്പോൾ പലതരത്തിൽ വേണ്ടി വരും. ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവണവരുണ്ടാവും, ചിലർക്ക് പറഞ്ഞാലെന്നല്ല രണ്ടടി കൊടുത്തു കഴിഞ്ഞാലും മനസ്സിലാവില്ല. ചിലർ അതല്ല, ആളെ യുദ്ധം ചെയ്ത് അങ്ങനെയൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ രാജ്യങ്ങളായിട്ടുള്ള തർക്കങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ തനി സാത്വികനായിട്ട് മാത്രം പോരാ, ഭാവം ഒന്ന് മാറും എന്ന് പറഞ്ഞ പോലെ നരസിംഹം എന്ന് പറഞ്ഞതും ശരിക്ക് മഹാവിഷ്ണുവിൻ്റെ തന്നെ ഒരു അംശത്തിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് ആ സമയത്ത് ഇത് ഹിരണ്യകശിപുവിനോട് ആ രീതിയിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും അതേ രീതിയിൽ ഭക്തൻ എങ്ങനെ കൽപ്പിക്കുന്നു അതുപോലെ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ പാനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മൂർത്തി ഇപ്പോൾ ശൈവമായിട്ട് കുറച്ച് ഗാംഭീര്യം. ഇപ്പോൾ ഭദ്രകാളിക്ക് ഗുരുതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഗുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക അവസ്ഥയിൽ ആ ദേവിയെ തൃപ്തിപ്പെടുത്താനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലേശം എന്നാൽ പച്ചവെള്ളം കുടിക്കാമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല, ആ മൂർത്തിയുടെ ഗൗരവം കൂടെ കാണിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഗുരുതി. പിന്നെ അതും വളരെയധികം ഔഷധങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഗുരുതി സേവിക്കുക അതൊക്കെ. എന്നുവെച്ചാൽ അങ്ങനെ ഉള്ള ഒരു മൂർത്തിയുടെ ആ അവസ്ഥയിൽ ആ ദേവിയുടെ ഒരു സ്പർശമുള്ള ഇതാകൊണ്ടാണ് ആ ഗുരുതിക്കും എന്ന് പറഞ്ഞ പോലെ നരസിംഹമൂർത്തി അത്രയ്ക്ക് കോപിഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭഗവാന്റെ ഭാവമാണ് വാസ്തവത്തിൽ. അങ്ങനെ ഇപ്പോൾ ദേഷ്യം ഇത് കൂടുതൽ സ്നേഹം കൂടുതൽ അങ്ങനെയൊന്നും ഒരവസ്ഥയൊന്നുമില്ല വാസ്തവത്തിൽ ഭഗവാനെ സംബന്ധിച്ച്. പക്ഷെ അത് അതിനെ കൂടുതൽ എന്താ പറയുക നമ്മളിലേക്ക് എന്താ പറയുക ആക്കി തീർക്കാനായിട്ടാണ് അപ്പോൾ ഇതുപോലുള്ള പാനകം. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ആള് വല്ലാണ്ട് ഇതായിരുന്ന ആള് ഇപ്പോൾ കുറച്ചൊന്ന് ശമനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോപം പോലെയുള്ള അങ്ങനെ അവസ്ഥയ്ക്കൊക്കെ വളരെ. അപ്പോൾ അത് ഈ നമ്മളെ സംബന്ധിച്ചും ഭക്തനെ സംബന്ധിച്ചും ഈ പറഞ്ഞതുപോലെ അതിന് ഈ പാനകം മറ്റു കാര്യങ്ങൾ ഇപ്പോൾ വളരെ എന്താ പറയണ്ടേ രൗദ്രമായിട്ടുള്ള ആ മൂർത്തി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ രക്ഷയ്ക്കും ഇതിനുമായിട്ട് നിൽക്കുന്നത് നരസിംഹമൂർത്തി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഏത് തരത്തിലും ഉള്ള എന്ത് പ്രതിബന്ധങ്ങൾ വന്നു കഴിഞ്ഞാലും തട്ടി നിരത്തി അതാണ് തൂണിൽ നിന്ന് പിളർന്ന് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു സാധാരണ ഒരു ഇതിൽ സംഭവിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂർത്തിയുടെ ഈ സന്തോഷത്തിന് വേണ്ടി ആ സമയത്ത് നേദിച്ചത് അതിൻ്റെ ആ കോപങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അത് കണ്ടമാനായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് തന്നെ ദൂഷ്യമാണ്. അപ്പോൾ അതിനൊരു തടയിടുക എന്നൊക്കെ പറഞ്ഞതുപോലെ ശമനം ശാന്തി വരുത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള വലിയ വിഷമതകൾ കഷ്ടങ്ങൾ അതുപോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളെയൊക്കെ നിയന്ത്രിച്ച് അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ പറഞ്ഞില്ലേ അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് നമ്മൾ സേവിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പാനകം തുടങ്ങിയതും നമ്മുടെ ജീവിതത്തിലേക്ക് ചില സന്ദേശങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും തരേണ്ടത്. അപ്പം അത് പറഞ്ഞില്ലേ ഇപ്പോൾ ഓരോ മൂർത്തി ഇപ്പോൾ നമ്മളങ്ങനെ തരം തിരിച്ച് വാസ്തവത്തിൽ ഇപ്പോൾ സാത്വികമായിട്ട് ഇപ്പോൾ എന്താ പറയുക ഈ ഇത് ഈ സന്താനലബ്ധിക്ക് ഇത് സ്വയംവരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരേ മൂർത്തി. അപ്പോൾ ഇത് ഈ ചില ഇപ്പോൾ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുമ്പോൾ ഇയാൾ ഇതിൽ സ്പെഷ്യലൈസാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇപ്പോൾ മാനുഷികമായിട്ട് ഒരു ഇത് കൊടുത്തേക്കണമെന്നല്ലാണ്ട് വാസ്തവത്തിൽ എല്ലാ മൂർത്തികളും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ശനിദോഷത്തിന് എങ്കിലും ശാസ്താവ് എന്ന് ഇപ്പോൾ അങ്ങനെ ഒരു സങ്കല്പിക്കുമ്പോൾ ഇപ്പോൾ താന്ത്രികമായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ജ്യോതിശാസ്ത്രപരമായിട്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ അങ്ങനെ ഇപ്പോൾ ഒരേ ദശകൾ ഇപ്പോൾ മനുഷ്യൻ്റെ ഇപ്പോൾ പറഞ്ഞില്ലേ നവഗ്രഹങ്ങൾ ഈ സൂര്യൻ തുടങ്ങി നവഗ്രഹങ്ങൾ പിന്നെ അതുപോലെ മറ്റു കാര്യങ്ങൾ നോക്കിയാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ ജാതകമൊക്കെ എഴുതുമ്പോൾ പറഞ്ഞില്ല അയാളുടെ ഇന്ന ദശയാണ്. അപ്പോൾ അത് ഈ ശനി സംബന്ധമായി വെച്ചാൽ ഈ ഗ്രഹത്തിലെ സംബന്ധമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് വാസ്തവത്തിൽ ഈ ശാസ്താവിൻ്റെ ഭജനം അനുഭവത്തിൽ വന്നിട്ട് തന്നെയാവും അങ്ങനെ ഇത് പറഞ്ഞേക്കണമുണ്ട്. ഈ പറഞ്ഞ പോലെ വളരെയധികം ഒരു ഇപ്പോൾ അവിടെ തന്നെയാണെങ്കിലും എള്ളു പായസം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ എള്ളു തിരി കത്തിക്കുക പലതും അവിടെയുണ്ട്. അനുഭവങ്ങളും ആളിലൊക്കെ ഉണ്ടായിക്കാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആ ദേവനെ ഇത് കൂടുതൽ ഈ ഇങ്ങനെ ആരാധിക്കണു എന്ന് മാത്രം. തീർച്ചയായിട്ടും അതിൽ എന്താ പറയുക ഇപ്പോൾ ശാരീരികമായ അല്ലെങ്കിൽ അവനവന് വന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോകാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരിപ്പോൾ എങ്ങനെയും എത്തിക്കൊള്ളണം അങ്ങനെ ഭഗവാൻ പറയാനുള്ള വരേണ്ടതാണ് അല്ലാന്നല്ല. എങ്കിലും ശാരീരികമായിട്ടും വളരെയധികം ക്ലേശങ്ങൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ അവർ എന്തെങ്കിലും നിശ്ചയിച്ച് ഇപ്പോൾ കാണിപ്പൊന്ന് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് ഈ ഇത് നെയ്യ് നിറച്ചു കൊടുക്കുക
അതെ. വരാത്ത ആളും കൂടെ എന്നിട്ട് മറ്റേ ആൾ കൊണ്ടുപോകണു. അതൊക്കെ കൊണ്ടുപോയി അവിടെ അഭിഷേകം ചെയ്യാനൊക്കെ കൊടുക്കണു. അത് തിരിച്ച് വന്ന് ഈ ഈ എന്താ പറയാ പ്രസാദം അതൊക്കെ ഇദ്ദേഹം സേവിക്കണു. നെയ്യും ഇതുമൊക്കെ. തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. ഈ ആ പോയി ആള് ചെയ്തതും ഇവിടെ ഇരുന്ന് ഇദ്ദേഹം ഭജിച്ചതും രണ്ടും തുല്യമായിട്ടാ ഭഗവാനെ. അത് എന്നുവെച്ചാ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് വരാൻ പറ്റാത്തതാണ് എന്നുള്ള ആ സങ്കല്പത്തില് പൂർണ്ണ അനുഗ്രഹം ഇദ്ദേഹത്തിനുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നുവെച്ചാ ആളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നുവെച്ചാ അതേസമയം നല്ല യാതൊരു കുഴപ്പമില്ലാത്ത ആള് ഞാൻ ഇപ്പൊ അവിടൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇത് ഈ വയ്യാത്ത ആളിലൊക്കെ സംശയമൊന്നുമില്ല. അപ്പൊ അതിന് ഒരു വേറെ ഒരു ഉദാഹരണമാണ്. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ഉത്സവ സമയത്ത് ദേവന്റെ ആയാലും ദേവിയുടെ ആയാലും ഈ പറ പുറപ്പാട് എന്ന് പറഞ്ഞാൽ ഈ പറ ഓരോ തരത്തിലാണ് ഓരോ ദിക്കില്. ചിലയിടത്ത് ഇപ്പോൾ ആനപ്പുറത്താവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ദേവനെ എടുത്ത് അങ്ങനെ കൊണ്ടുപോകണു. ഏതായാലും അങ്ങനെ അപ്പോൾ അത് ഗ്രഹങ്ങളിൽ വന്ന് വാസ്തവത്തിൽ ഇപ്പോൾ ഈ കൊയ്ത്തു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ നെല്ല് പറ വെച്ച് നമ്മൾ സ്വീകരിച്ച് ആ പറയൊക്കെ എടുത്ത് അങ്ങനെ പോണു. ആ ദേവി അല്ലെങ്കിൽ ആ ദേവൻ ശരിക്കും ഇപ്പോൾ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ആ രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ആ നാടിൻ്റെ ക്ഷേമത്തിന് എന്തൊക്കെയാണ് അവരുടെ അവസ്ഥകൾ. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ വരാൻ പറ്റാത്തവർ വയസ്സായവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഉത്സവം നടക്കുവാണ് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ കാല് തീരെ വയ്യ അല്ലെങ്കിൽ തീരെ വയ്യ പോവാൻ. അപ്പോൾ ഇതിനിടയ്ക്ക് ആ തിരക്കിൽ എങ്ങനെ പോകണം ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കണവർ. അപ്പോൾ അവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ദർശിക്കാനായിട്ടാണ് ഭഗവാൻ ആ കുടുംബങ്ങളിൽ വരുവാണ്. എന്നുവെച്ചാൽ ഭഗവാൻ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പുറത്തെ ആൾ ഇപ്പുറത്തെ ആളോ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ അയാൾ കുറച്ച് മോശമാണ് ഇയാൾ നല്ലതാണ് അങ്ങനത്തെ ഇതൊന്നുമില്ല. ആ നാടിൻ്റെ മുഴുവൻ ക്ഷേമം നോക്കാനായി എന്ന് പറഞ്ഞതുപോലെ ഈ വരാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഇത് ഇപ്പോൾ കാണിപ്പന്ന് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഭഗവാനെ വിചാരിച്ച് ഇതൊന്ന് നടക്കേ കിട്ടുള്ളൂ. എനിക്ക് വേറെ ഒന്നും ഇപ്പോൾ വരാനൊന്നും വയ്യ. അതുകൊണ്ടാണെന്ന് ഒരാളെ ഏൽപ്പിച്ച് ഇപ്പോൾ അവനവൻ്റെ ആളോ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ച് വിടണോ. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഒരു പോരായ്മകളോ ഇത് വരുന്ന സംശയിക്കുകയേ വേണ്ട. ഇപ്പോൾ പഴയ കാലത്ത് എല്ലാവരുടെ ഇടയിലും ഉണ്ട് ഈ മൂത്ത മകൻ അല്ലെങ്കിൽ ആള് ദീക്ഷയായിട്ടിരിക്കുക. ദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ വരാണ്ട് പറഞ്ഞില്ലേ ആ ഒരു അനുഭവമായിട്ട് ഇപ്പോൾ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ അത്ര അടുത്ത ആളാകുമ്പോൾ ആത്മബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വെച്ച് പഴയ കാലത്ത് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബം വിട്ടു പോകലൊന്നുമില്ല. ഇപ്പോൾ ശബരിമല ഈ പുറപ്പെടാശാന്തി എന്നൊക്കെ പറഞ്ഞ പോലെ 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 കൊല്ലത്തേക്ക് എന്നൊക്കെ പറഞ്ഞതുപോലെ ആ കുടുംബം വിട്ട് വെളിയിൽ പോയി എന്ന് വെച്ചാൽ ലൗകിക കാര്യങ്ങളിൽ അങ്ങനെ ഇടപെട്ട ഒരു സിനിമ കാണാൻ പോകുന്ന ഏതായാലും അങ്ങനെ പൊതുവില്ല ആരും പിറ്റേ ദിവസം തന്നെ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം സിനിമ കാണാൻ പോകുക അങ്ങനെ. അപ്പോൾ അത് അങ്ങനെയുള്ള ഈ നിസ്സാര കാര്യങ്ങളിൽ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിൽ ആൾ ഇടപെടാണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ ആ ഒരു വർഷക്കാലം ഈ പറഞ്ഞ പോലെ ഈ പുരാണ ശ്രവണം എന്നൊക്കെ പറഞ്ഞ് പല ഘടകങ്ങളുണ്ട് അതിൽ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യനെയും കൂടി ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ. എല്ലാവർക്കും ഉള്ള അവസ്ഥ തന്നെയാണ് ഇത്. അപ്പോൾ അത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഭക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങി വേണ്ടത് എന്താണെന്ന് ചിന്തിച്ച് അങ്ങനെ പോകേണ്ട ഒരു സമയമാണ്, ഇതൊരു കാലഘട്ടമാണ് എന്ന് ആളെ ഓർപ്പിക്കണ പോലെ. അപ്പോൾ അത് പറഞ്ഞില്ലേ പ്രത്യക്ഷത്തിലും തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞില്ലേ ഇപ്പോൾ താടിയും മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഇതൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ കുഴപ്പമുണ്ടായിട്ടല്ല എങ്കിലും അങ്ങനെയുള്ളതിലേക്ക് ശ്രദ്ധ വന്ന് സൗന്ദര്യവും മറ്റേ കാര്യങ്ങളിലേക്ക് ആ ആൾ പോകാണ്ട് ആ സമയത്ത് ഈ പൂർണ്ണ സമയം ഈ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ദീക്ഷയായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിന്താഗതി തന്നെ. അപ്പോൾ പിതാവിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാതാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടുത്ത ആൾ. അപ്പോൾ അവരുടെ ആ പിതൃമോക്ഷത്തിനായിട്ട് ഒരു വർഷക്കാലം ഈ പറഞ്ഞ പോലെ നമ്മളും വരണ പുരാണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ വായിക്കുക. അപ്പോൾ അത് ഇപ്പോൾ പിതൃക്കളും വാസ്തവത്തിൽ അതിന് ഒരു വർഷക്കാലം എന്നൊക്കെ ഇങ്ങനെ ഒരു കാലാവധിയൊക്കെ ഉണ്ട്. അപ്പോൾ മോക്ഷഗതി ആവണമെങ്കിൽ തന്നെ അപ്പോൾ അതാണല്ലോ ഇപ്പോൾ പറഞ്ഞില്ലേ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഉള്ളവർ മരിച്ച ഒരു വർഷത്തിൽ കൂടുതലായവരെ മാത്രമേ സാധാരണ വായിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കാലഘട്ടമുണ്ട് അതിനൊക്കെ. അപ്പോൾ അത് അത്രയും കാലം കൊണ്ടുള്ള ഈ ജപതപാദികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് പിതൃകർമ്മങ്ങൾ തർപ്പണം ഇതൊക്കെ കൊണ്ട് അതിന് ഒരു ശരീരം കൊടുത്ത് ഈ പറഞ്ഞ മോക്ഷഗതിയിലേക്ക് പോകാനായിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറാക്കലാണ്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏത് വിഷയത്തിനും ഉണ്ട് ഇത് ഒരു കാലഘട്ടം നിശ്ചയിച്ച് അതുപോലെ ജീവിക്കുക. ഇപ്പോൾ പറഞ്ഞില്ലേ ചില ജോലിക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ 6 മാസക്കാലം ട്രെയിനിങ് ആണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ശമ്പളമൊക്കെ ഉണ്ട്, പകുതി ശമ്പളമുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ ഈ ജോലി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആളെ ഈ ട്രെയിനി ആയിട്ട് ഈ 6 മാസം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയം നിശ്ചയിച്ചേക്കണം ഈ ഇതിന് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ക്രിയകൾ ചെയ്യുക നമ്മൾ. അപ്പോൾ അതങ്ങനെ ചെയ്യേണ്ട ഇവിടെ ഒരു 8 മണിയായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ഓഫീസിൽ പോകണം കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അവിടുത്തെ വിഷയങ്ങളായി അല്ലെങ്കിൽ ഇത് സ്കൂളിലെ കുട്ടികളുടെ അതെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ അതിലേക്ക് ആൾ പോകാണ്ട് ശ്രദ്ധയോടെ ഈ ഒരു വർഷക്കാലം അപ്പോൾ അതാണ് പുരാണ ശ്രവണം എന്നൊക്കെ പറയുമ്പോൾ ആളെ തന്നെ മാറ്റുവാണല്ലോ, നല്ല ഒരു സാത്വികനായിട്ട് മാറ്റി താനിത് അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് ഓർമ്മ വരുത്തി. അപ്പോൾ മറ്റു വിഷയങ്ങൾക്കും വെളിയിൽ പോവുക അല്ലെങ്കിൽ ഇപ്പോൾ മുടി വെട്ടുക മറ്റു കാര്യം നഖം വെട്ടുക അതൊന്നും പാടില്ല എന്നൊക്കെ പറയാം. ആ ഒരു വർഷം ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചും അങ്ങനെയാണ്. പുറപ്പെടാശാന്തിയായിട്ട് ഇങ്ങനെ അവരോധിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വെട്ടുക മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെളിയിൽ പോയി എന്തെങ്കിലും കഴിക്കുക
ഇപ്പോൾ വെളിയിൽ ഇപ്പോൾ ഒരു ആഹാരം കഴിച്ചപ്പോൾ എന്നാ കുഴപ്പം പൂജ കഴിച്ചാന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അവിടെ ഒരു ചിട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അത് അങ്ങനെ താല്പര്യമുള്ള ആൾ മാത്രം പോയാൽ മതി താൻ. എല്ലാവരോടും അങ്ങനെ പറയണില്ലല്ലോ. അപ്പോൾ അതിൽ വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതിന് കുറേ ഈ അതിന് തയ്യാറാവേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അതിന് അനുഷ്ഠിച്ച് തന്നെ പോകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നേരെ അങ്ങോട്ട് പോയി പൂജ കഴിച്ചാൽ കുഴപ്പമായിട്ടല്ല. മനസ്സിൻ്റെയാണ് പ്രാധാന്യം. എങ്കിലും ഓരോന്നിനും ഓരോന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ പോലെ ചില ക്വാളിഫിക്കേഷൻ ചിലതിന് ഇപ്പോൾ എല്ലാത്തിനും ഒന്ന് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ പറമ്പിൽ പണിയെടുക്കണ ആൾ, അപ്പോൾ ആ ആൾ മോശം എന്നല്ല. ആ ചെയ്യണ കർമ്മം സംശയമൊന്നുമില്ല. ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യണം. എല്ലാവരും ഉണ്ടായാൽ മാത്രമേ കാര്യങ്ങളും പോവുള്ളൂ. അതേസമയം ഈ ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യണ ഒരാൾ, അപ്പോൾ അയാൾക്ക് വേറെ ക്വാളിഫിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ രീതിയിലുള്ള കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ ആ ആളെ ഒന്ന് ആക്കി എടുക്കാനായിട്ട് വേണ്ടിയാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള ഒരു വർഷക്കാലത്തെ ദീക്ഷ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ. അപ്പോൾ ഈ ഇപ്പോൾ ആദ്യം ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പറയേണ്ട കാര്യം അല്ലാണ്ട് അറിയാവുന്നതാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 41 ദിവസത്തെ വ്രതമെടുത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളിൽ മറ്റ് മത്സ്യമാംസാദി ആഹാരങ്ങൾ. അപ്പോൾ അത് വാസ്തവത്തിൽ എന്ന് വെച്ചാൽ മത്സ്യമാംസം ഇപ്പോൾ ഇയാൾ കഴിച്ച് നന്നാവൂലോ ഓർത്ത് അങ്ങനെ പറയണമെന്നല്ല. അങ്ങനെയുള്ള ആഹാരം വരുമ്പോൾ സാത്വിക ആഹാരങ്ങളിൽ പെട്ടതല്ല അത്. വെജിറ്റേറിയൻ ആയിട്ടുള്ള സസ്യങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഹാരമാണ്. അപ്പോൾ ആ ആളുടെ മനസ്സും ഒന്ന് പാകപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഈ 41 ദിവസം കൊണ്ട്. അപ്പോൾ അതാണ് ഒരു കാലഘട്ടമൊക്കെ ഇപ്പോൾ ചില ആയുർവേദ ഒഴിച്ചിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചില ഇത്ര ദിവസം എന്നൊക്കെ നിശ്ചയിച്ചിരിക്കണം. അപ്പോൾ അത്രയെങ്കിലും വേണം, എന്നാലേ ആളുടെ ഒരു ശരീരപ്രകൃതിക്ക് അനുസരിച്ച് എന്താ പറയുക ഒരു ഊർജ്ജസ്വലനാവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയണത്. എന്ന് പറഞ്ഞ പോലെ ഈ അയ്യപ്പൻ്റെ വ്രതവും ഒരു മണ്ഡലക്കാലം 41 ദിവസം തീർച്ചയായിട്ടും സാത്വിക ആഹാരങ്ങൾ, രാവിലെ കുളിക്കുക, അമ്പല ദർശനം, ശരണം വിളി, അതുപോലെ ഈ കഴിക്കുന്നതും എല്ലാം ഇങ്ങനെ സാത്വികമായിട്ട് വരുമ്പോൾ 41 ദിവസം കൊണ്ട് ആള് വളരെ ഒരു സാത്വികനായിട്ട് മാറും. അങ്ങനെയുള്ള ഒരാളെ ആക്കി എടുക്കുക തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ അതിനാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള വ്രതങ്ങൾ ഇതെല്ലാം നോറ്റ് വേണം ശബരിമലയ്ക്ക് പോകുവാൻ എന്ന് പറയുന്നത്. സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ള നാമം ചോദിക്കുക, അതിന് വേറെ തെറ്റൊന്നും. നാമത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റ് ശുദ്ധാശുദ്ധങ്ങൾ അതൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, കുടുംബത്തിരുന്ന് ജപിക്കാവുന്നത് തന്നെയാണ്. ഇപ്പം നമുക്ക് അവിടെ ഒരു പരിധി നിശ്ചയിച്ചേക്കണതുകൊണ്ട് പോകാൻ പാടില്ല ഉള്ളതാണല്ലോ. അത് സ്ത്രീകൾക്ക് പോകാൻ പാടില്ല പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോകാം ആ സമയത്ത്. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു 30 വയസ്സായ ഒരാൾ, ഞാൻ ഇപ്പോൾ LKG കൊണ്ട് ചേർക്കാൻ പോവുക ഇയാളെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത്രയും നാൾ എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞ് നമ്മൾ വാശി പിടിക്കണ അർത്ഥമല്ല. പറഞ്ഞിട്ടുണ്ടല്ലോ, നിയമം പറഞ്ഞിട്ടുണ്ടല്ലോ, 10 വയസ്സിന് മുമ്പ് ആ കുട്ടി സ്ത്രീ തന്നെയാണ്. അവിടെ ദർശനമാവാം, 50 വയസ്സ് കഴിഞ്ഞു ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ത്രീ തന്നെയാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഒരേ കാലഘട്ടങ്ങൾ. ഇപ്പോൾ ഇതേ പറഞ്ഞില്ലേ, രാവും പകലും. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാ സമയം പകലായിക്കോട്ടെ, എന്നാൽ ജോലി എടുക്കുകയും ചെയ്യാം, പൈസ സമ്പാദിക്കാം, സുഖമായിട്ട് കഴിയാമെന്ന് പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടില്ല. രാവും പകലെന്ന് പറഞ്ഞാൽ രാത്രിയുണ്ട്, അതിന് പകലുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യവസ്ഥകൾ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കണം. അതനുസരിച്ച് കുറേയൊക്കെ പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ചേ നമ്മൾ പോകാമെന്നല്ല എന്നാണ് തോന്നിയത്. ഓരോരുത്തർക്കും ഒരേ അഭിപ്രായം കേട്ടോ. എങ്കിലും അതെ, അപ്പോൾ ഇവർക്കും നിഷേധിച്ചേക്കുമല്ല. പിന്നെ അതിന് വേറെ പല ന്യായങ്ങളും ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ ആവാം, അല്ലാണ്ട് ഒന്നും കാണാണ്ടാവില്ല. പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സ്ത്രീ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ വനങ്ങളും ഇന്നാണുള്ള വണ്ടികളും ഒക്കെ പോയി അവിടെ പമ്പ വരെ ചെല്ലും. അവിടെ നിന്നും ഇഷ്ടം പോലെ ലൈറ്റുകളും മറ്റു കാര്യങ്ങളായതുകൊണ്ട് കുറേ സൗകര്യങ്ങളായി. പഴയ കാലത്തെന്നൊക്കെ പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള വന്യമൃഗങ്ങളും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീ തന്നെയോ അല്ലെങ്കിൽ അങ്ങനെ, അപ്പോൾ അതിനും അതുമൊക്കെ കാര്യങ്ങളാവാം ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതിനൊരു കാലഘട്ടം നിശ്ചയിച്ചു അവർക്കും. അപ്പോൾ ഈ കുട്ടിയായിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കൂടെ ആളുണ്ടാവും, വയസ്സായ ആളാണെങ്കിലും കൂടെ ആളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ശരിക്കും അങ്ങനെ ഇപ്പോൾ അമ്മയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, വയസ്സായ ആളാണെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിനെ കൊണ്ടുപോകണം അങ്ങനെ. അങ്ങനെ അപ്പോൾ അത് ആർക്കും പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനിടയിലുള്ളവർ തീർച്ചയായിട്ടും കുടുംബത്തിൽ നാമം ജപിച്ചാലും അതേ ഫലം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ ഉത്രം നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇത് തന്നെ ശരിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിൽ പറയാനുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, ഈ നക്ഷത്രങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ തന്ത്രശാസ്ത്രത്തിൽ പറയുമ്പോൾ ആകൽപാന്തം ഭക്താനുഗ്രഹാർത്ഥം സ്ഥിതി ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ രണ്ടൊന്നും പ്രാർത്ഥനയുണ്ട്. അതിലൊന്നാണിത്: ലോകാനുഗ്രഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായജ സാന്നിധ്യം ച തഥാദേവ പ്രത്യഹം പരിവർദ്ധയ. എല്ലാ കാലങ്ങളിലും ഒരുപോലെ വർദ്ധിപ്പിച്ച് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് സ്ഥിതി ചെയ്യണേ എന്ന ഒരു പ്രാർത്ഥന ഈ ഇതിൽ കലശമൊക്കെ കഴിഞ്ഞ് പ്രതിഷ്ഠ കഴിഞ്ഞ് ഉള്ളത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ
ഓരോ നക്ഷത്രങ്ങൾ കണക്കാക്കിയാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം മറ്റു കാര്യങ്ങൾ പിന്നെ നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഉത്തരം നക്ഷത്രം ഇന്നിപ്പോൾ ശബരിമലയിൽ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ അന്ന് ആ പ്രതിഷ്ഠാ സമയത്ത് ഈ പറഞ്ഞതുപോലെ മുകളിൽ ആ നക്ഷത്ര സാന്നിധ്യം അതിപ്പോൾ ഈ ഏറ്റക്കുറച്ചിനനുസരിച്ച് അകലം അങ്ങോട്ട് മാറാം. ഈ സംക്രമത്തിൻ്റെ വ്യത്യാസങ്ങൾ ഇതൊക്കെ കാലക്രമത്തിൽ വരുമല്ലോ അതനുസരിച്ച്. അപ്പോൾ അങ്ങനെ ആ ദേവൻ തന്നെ ശരിക്ക് ഉദിച്ച് അങ്ങനെ ആ നക്ഷത്രം തന്നെ അല്ലെങ്കിൽ ആ ദേവൻ്റെ ഒരു ശക്തിവിശേഷം അങ്ങനെ അത് ഭക്തജനങ്ങൾക്ക് മുഴുവൻ ദർശിക്കാൻ പാകത്തിന് അങ്ങനെ ഉണ്ടായ ഒരു സംഭവം അനുഭവം ആവാം അത്. അപ്പോൾ അതിനെ എല്ലാ വർഷവും ഇതേ പറഞ്ഞതുപോലെ ആ ഒരു സമയത്താണ് ഇപ്പോൾ മകരസംക്രമത്തിൻ്റെ ആ സമയത്താണല്ലോ വിളക്ക് ദീപാരാധന സമയത്ത് വെച്ചാൽ ദീപാരാധന ഇപ്പോൾ 6 മണിക്ക് തന്നെ ആയിക്കൊള്ളും എന്നില്ല, ചില വ്യത്യാസങ്ങൾ വരാം സംക്രമത്തിൻ്റെതനുസരിച്ച്. അത് തീർച്ചയായിട്ടും ഇന്നും നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണത്, യാതൊരു സംശയമില്ലാത്തതാണ്. എന്നുവെച്ചാൽ അന്നങ്ങനെ ആ ദേവനെ ഇപ്പോൾ പറഞ്ഞില്ലേ സൂര്യചന്ദ്രന്മാരൊക്കെ ദേവൻ്റെ പാദത്തിൽ ഒന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമലയിലും പല ക്ഷേത്രങ്ങളിലും കാണാം ഈ വല്യമ്പലത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലേ അവിടുന്ന് ഉദിച്ചു വരുന്ന കുറച്ച് നേരത്തേക്ക് ആ കിരണങ്ങൾ പാദത്തിൽ ഒന്നടിക്കും. ഇത് എവിടുന്ന് ഈ രശ്മി ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ എന്ന് നമുക്ക് തോന്നും വാസ്തവത്തിൽ പക്ഷെ അത് ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ ആ സൂര്യചന്ദ്രന്മാരും എല്ലാവരും നമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ആ ദേവൻ ഇരിക്കുന്നത് എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുക. എന്ന് പറഞ്ഞതുപോലെ ഈ നക്ഷത്രവും ആ പ്രതിഷ്ഠാ സമയത്ത് അല്ലെങ്കിൽ ദേവൻ ഇപ്പോൾ ആ യോഗനിദ്രയിൽ അന്തർധാനം ചെയ്തു എന്നാണല്ലോ പറയണത്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇതുപോലെ നക്ഷത്രങ്ങളുടെ സാന്നിധ്യം ഇതുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അതിനെ പുതിയ ഇതിലേക്കും ഓർമ്മിപ്പിക്കാനായിട്ട് അതിൻ്റെ ഇതായിട്ട് എല്ലാ വർഷങ്ങളും നമ്മൾ ആചരിക്കും മകരവിളക്ക്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ദേവൻ്റെ തന്നെ പറഞ്ഞില്ലേ ഇപ്പോൾ ക്ഷേത്രം നടയടച്ച് കഴിഞ്ഞാൽ കൊടിമരത്തിൽ വാഹനത്തിൽ നോക്കി തൊഴുത് നമ്മൾ ഇത് എന്താ പറയുക തൊഴുതു പോരുന്നു. അകത്ത് ആ നട തുറന്ന സമയത്ത് അതേ അനുഗ്രഹം തന്നെ കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വന്ന് ആ തുറന്ന സമയത്ത് എന്താ പറയുക ഇപ്പോൾ ഈ വന്ന് എത്താൻ പറ്റാത്തതുകൊണ്ടും ഇതുകൊണ്ടും ആവും. അപ്പോൾ പുറത്തുനിന്ന് തൊഴുതു പോവാണ് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇത് വെച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതേ അനുഭവം തന്നെയാണ്, അനുഗ്രഹവും അതുപോലെ തന്നെ. എന്ന് പറഞ്ഞതുപോലെ ഈ നക്ഷത്ര ദർശനം തന്നെ വാസ്തവത്തിൽ ആ ദേവൻ്റെ ദർശനം പോലെ തന്നെ ആയിട്ട് ഈ ഭക്തജനങ്ങൾ കൊണ്ടാടുന്നു. തീർച്ചയായിട്ടും കലിയുഗത്തിൻ്റെ എല്ലാ പാട്ടുകളിലും ഇതിലും എല്ലാം പറയണത് ഈ കലിയുഗത്തിൻ്റെ കൺകണ്ട ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഈ ഭക്തവാത്സല്യം ഉള്ള ഒരു ഭഗവാൻ ഇനി വേറെ ഒരു അവതാരത്തിൽ ഉണ്ടായോന്ന് സംശയിക്കണം നമ്മൾ. എന്താ വെച്ചാൽ പ്രത്യക്ഷത്തിൽ ആദ്യം പറഞ്ഞതുപോലെ ഈ എത്രയോ ആളുകൾക്ക് വെച്ചാൽ ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ എത്താൻ പറ്റാത്തവർ ഇതൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ എന്താ പറയുക അദ്ദേഹത്തിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ അനുഗ്രഹം ലഭിച്ച് വേറൊരാൾ പറഞ്ഞാണ് വെച്ചാൽ ആൾക്ക് നേരിട്ട് പോകാൻ വയ്യ എന്നിട്ട് അതുപോലെ അത്രയ്ക്ക് വാത്സല്യം ഓരോരുത്തരെയും ശ്രദ്ധിച്ച് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭജിക്കുന്ന ഭക്തനാണ് ഇത്. ആൾക്ക് വേണ്ടതെന്നല്ല ഈ പറഞ്ഞില്ലേ ഇപ്പോൾ നാരായണീയത്തിലൊക്കെ പറയണ പോലെ നമ്മൾ അഭ്യർത്ഥിക്കണ എന്താണോ അതല്ല അതിന് അപ്പുറത്തേക്കും കൂടെ എന്ന് മേൽപ്പത്തൂർ ഇതിൽ പറയണ പോലെ ഈ ഭക്താനുഗ്രഹമായിട്ട് ഇരിക്കുന്ന ആ ഭഗവാനെ തീർച്ചയായിട്ടും അത് ഇത്തവണ സമയമില്ല അടുത്ത തവണ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റാതെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ധർമ്മമാണ്. മനുഷ്യനായിട്ട് ജനിച്ച അതും കലിയുഗത്തിൽ ഭാരതത്തിൽ ഈ കേരളത്തിൽ ഇങ്ങനെ വിശേഷിച്ച് ശബരിമല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നല്ല ഭാരതത്തിൽ നല്ല ലോകത്ത് മുഴുവൻ ഉള്ള ആളുകൾ അവിടെ വന്ന് നമിക്കുന്നു. തീർച്ചയായിട്ടും അവർക്ക് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിനല്ല അതിൽ മീതെ ആളുകൾ വരുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് പറയാനുള്ളത് ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ യുഗത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം വെച്ചാൽ മീറ്റത്തെന്ന് പറഞ്ഞ പോലെ ഇതുപോലെ അതിദുർലഭമായിട്ട് ഭഗവാനൊന്നും അങ്ങനെ ഇതാവണമല്ല. അപ്പോൾ ഇത്ര ഒരു അനുഗ്രഹമായിട്ട് ഒരു മൂർത്തിയെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും പോയി ആ ഭഗവാനോട് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടത് തന്നെയാണ് എന്നാണ് ഭക്തനോട് പറയാനുള്ളത്.